ശ്രീകൃഷ്ണ പരമാത്മാവിന് കശ്ചിൽ സഖാ ബ്രാഹ്മണ ബ്രഹ്മവിത്തമ ബ്രാഹ്മണ സഖാ ആസീൻ. ബ്രഹ്മവിത്തമനായിട്ട് ബ്രാഹ്മണോത്തമനായിരിക്കുന്ന സുദാമാവ് എന്ന സുഹൃത്ത് ഉണ്ടായിരുന്നു. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, അദ്ദേഹം എങ്ങനെയായിരുന്നു? ഇന്ദ്രിയാർത്ഥേഷു വിരക്ത പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ഇന്ദ്രിയാർത്ഥങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങൾ, കാണുക, കേൾക്കുക, ഗന്ധമനുഭവിക്കുക, രസമനുഭവിക്കുക, സ്പർശം സുഖമനുഭവിക്കുക എന്നുള്ളതായ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വിഗതരാഗത്തോടു കൂടിയവനായിരിക്കുന്ന സഖാവായിരിക്കുന്ന സുദാമാവ്. ഭക്തന്മാരെ, ആ സുദാമാവ് എന്ന വാക്കിന് തന്നെ സുഷ്ഠുവായിരിക്കുന്ന ദാമത്തോടു കൂടിയവൻ, വേണ്ട പ്രകാരത്തിലുള്ളതായ ദമസംബന്ധിയായ വിഷയങ്ങളോട് കൂടിയവൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ സകല വിഷയങ്ങളിൽ നിന്നും, ഐന്ദ്രികമായ സകല വിഷയങ്ങളിൽ നിന്നും വിരക്തനായിരുന്നു. അതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സുദാമത്വം എന്നുള്ളത്. ദാമം എന്നതിന് കയറ് എന്നൊരർത്ഥം പറയാറില്ലേ? ദാമം ഉദരത്തിൽ ധരിച്ചവനായതുകൊണ്ടല്ലേ ദാമോദരൻ എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമ്മളൊക്കെ വിളിക്കുന്നത്? യശോദാദേവി ആ ഉലൂഖല ബന്ധനത്തിൻ്റെ സമയത്ത് ഉരലിൽ കെട്ടുന്നതിന് മുമ്പ് ആ 2 അങ്കുലം ദ്വങ്കുലാൽ ന്യൂനമായിട്ട് 2 അങ്കുലം എത്ര നോക്കിയാലും 2 അങ്കുലം കുറവായിട്ട് കാണും. ആ 2 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രജസ്തമോ ഗുണങ്ങളെയാണ്. ആ രജസ്തമോ ഗുണങ്ങൾ എല്ലാം തന്നെ പോയി കഴിഞ്ഞിട്ട് സത്വം പ്രകാശിച്ചപ്പോൾ, കേവല സത്വസ്വരൂപമായപ്പോൾ ഭഗവാനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ദാമത്തെ കൊണ്ട് വരിഞ്ഞു കെട്ടാൻ സാധിച്ചു. പിണ്ടാകാരമായ ശരീരത്തിൻ്റെ സൂചകമായിരിക്കുന്ന ഉലൂഖലത്തിലെ ഒരലുമ്പിൽ. അപ്പോഴല്ലേ ദാമോദരൻ എന്ന പേര് വന്നത്. നോക്കൂ, ഈ ദാമമാണ്, നാമമാകുന്ന ദാമമാണ് അദ്ദേഹത്തിൻ്റെ യജ്ഞോപവീതമായിട്ട് ശരീരത്തെങ്കിൽ ധരിച്ചത്. അപ്പോഴാണ് സുഷ്ഠുവായ ദാമം, സുഷ്ഠുവായ യജ്ഞോപവീതം. ദാമം എന്നുള്ളതിന് കയറെന്ന് ഓർത്തുണ്ടോ? ഈ കയറ് യജ്ഞോപവീതം ധരിക്കുമ്പോഴാണ് അദ്ദേഹം ഭക്തോക്തംസവനായിട്ട്, ഭക്താവതംസമായിട്ട് സുദാമാവായിട്ട് മാറുന്നത്. അപ്രകാരമുള്ള സുദാമാവിന് വിശപ്പ് എന്താണെന്നറിയോ? ദാഹം എന്താണെന്നറിയോ? സ്പരിശന സുഖം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? രസനയുടെ സുഖം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? ശ്രവണ സുഖം എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ? കീർത്തനം കൊണ്ട്, നിരന്തരം കീർത്തനത്തെ കൊണ്ട് പരിപൂരിതമായിട്ട് അലങ്കരിച്ചതായ അദ്ദേഹത്തിൻ്റെ യുഗാഗ്രത്തെങ്കിൽ നിന്ന് നിരന്തരം നാമം അനർഗളമായിട്ട് നിർഗളിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശപ്പും ദാഹവും ദുഃഖവും സങ്കടവും ദാരിദ്ര്യ ദുഃഖവും ഒന്നും അറിയില്ല. ഏറ്റവും ഉന്നതോന്നതനായ, ഏറ്റവും ശ്രേഷ്ഠനായ ധനികനാണ് വാസ്തവത്തിൽ സുദാമാവ്. അപ്പോഴാണ് സുദാമാവായിട്ട് തീരുന്നത്. അല്ലാതെ കണ്ട് കുചൈലനല്ല, ചേല മാത്രമേ അവിടെ വാസ്തവത്തിൽ. ചേല ശരീരം, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം. ഈ ശരീരം വാസാംസി ജീർണാനി യഥാവിഹായ, ഈ ശരീരമാകുന്ന വസ്ത്രം അത് മാത്രമാണ് അവിടെ ജീർണിച്ചിരിക്കുന്നത്, കുൽസിതമായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സോ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാതാരവിന്ദത്തിങ്കൽ സദാ ലീനമായിരിക്കുമ്പോൾ ദുഃഖം എവിടെ? ദുഃഖത്തിന് കടന്നു വരാൻ അവിടെ സ്ഥാനമില്ല. അപ്രകാരമുള്ള സുദാമാവ് അപ്പോഴാണ് സുദാമാവായിട്ട് തീരുന്നത്. സുഷ്ഠുവായിരിക്കുന്ന ദാമത്തെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളവൻ എന്നർത്ഥം. അല്ലാതെ കണ്ട് കുചേലൻ എന്തിന് എന്ന വാക്ക് എന്തിന് പ്രയോഗിക്കണു? ഭാഗവതത്തിൽ ആ വസ്ത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ കുചൈല, കുൽസിതമായിരിക്കുന്ന ചേലയോട് കൂടിയവൻ എന്ന് പറയുന്നുള്ളൂ. എല്ലാ ഭാഗത്തും ഭഗവാനും ആ കുചേലനെ സംബോധന ചെയ്യുന്ന സുദാമാവേ എന്നല്ലേ? ഇനി അദ്ദേഹത്തിൻ്റെയോ പത്നിയോ
സുധാമാവ് പാണിഗ്രഹണം ചെയ്ത അന്നു മുതൽ സഹധർമ്മം ചരത എന്ന് അഗ്നിസാക്ഷിയായി വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചു മാത്രം അനുവർത്തിച്ചു വരുന്ന ആ ക്ഷുത്ക്ഷാമ. ഇപ്പം നമ്മളെല്ലാവരും ക്ഷുത്തിനെ കൊണ്ട് പീഡിതരാണ്, ക്ഷുത് പീഡിതരാ. അപ്പം അത് മറക്കുക. ഇവിടെ ക്ഷുത് ക്ഷാമ, ക്ഷുത്ത് ഇവിടെ ക്ഷാമമായിരിക്കുകയാണ്. അവരും ഇതേ പ്രകാരത്തിൽ സഹധർമ്മത്തെ ചരിക്കുന്നതായ സജ്ജനരൂപിണിയായ ആ ഭക്താവതംസത്തിന് അനുയോജ്യയായ പരമകല്യാണ സ്വരൂപിണിയായ പത്നിയാണ് ക്ഷുൽക്ഷാമ. അവർക്കും വിശപ്പും ദാഹവും ദുഃഖവും ദാരിദ്ര്യ ദുഃഖവും ഒന്നും തന്നെ വാസ്തവത്തിൽ ബാധിക്കുന്നില്ല. ആ ക്ഷുത്തിനവിടെ സ്ഥാനമില്ല. സദാസമയവും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് നിരന്തരം അനർഗളമായിട്ട് നിർഗളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ക്ഷുത്തിന് സ്ഥാനം ഉണ്ടാവോ? ദമ്പത്യോ സഹാധികാര എന്ന് വൈയാകരണ ആചാര്യന്മാർ പറയണു. ആ രണ്ടുപേർക്കും ഒരേപോലെയുള്ളതായ അധികാരമാണ്, ഒരേപോലെയാണ് അവർ സഞ്ചരിക്കേണ്ടത്. ഭർത്താവിൻ്റെ ഇച്ഛയായിരിക്കണം പത്നിയുടെ ഇച്ഛ. പത്നിയുടെ ഇച്ഛ എന്താ എന്നറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശേഷി ഭർത്താവിനും വേണം. പരസ്പര പൂരകമായിരിക്കണം അവരുടെ മനസ്സ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ദമ്പത്യോ സഹാധികാര വൈയാകരണ ആചാര്യന്മാരാണ്, വ്യാകരണ ആചാര്യന്മാരാണ് പറയുന്നത്. അപ്പം ഇവിടെ ഈ ധർമ്മപത്നിക്കും ക്ഷുത്തില്ല, വിശപ്പില്ല. ആ ദാരിദ്ര്യമെന്ന ദുഃഖം അവരെ വാസ്തവത്തിൽ ബാധിക്കുന്നില്ല. അപ്പോൾ മാത്രമേ അനുയോജ്യയായിട്ടുള്ള പത്നിയായിട്ട് തീരുള്ളൂ. എന്തിനാ വിശപ്പ് കൊണ്ട് ദുഃഖിച്ച് ദാരിദ്ര്യ കടലിനെ കടന്നു പോകുന്നതായ ഒരു സ്ത്രീയായിട്ട് അവരെ വർണ്ണിക്കുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ക്ഷുത്തിവിടെ ക്ഷാമയാണ്. ക്ഷുത്തുണ്ടെങ്കിലല്ലേ വാസ്തവത്തിൽ അവിടെ നമുക്ക് അന്നം വേണ്ടുള്ളൂ. വിശപ്പില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? അന്നം ആവശ്യമില്ലല്ലോ. ഇവിടെ എന്താ അന്നം? സദാസമയത്തും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന നാമം കൊണ്ട് പരിപൂരിതമായിട്ടിരിക്കുകയാണ് മനസ്സും ശരീരവും. അതാണ് വാസ്തവത്തിൽ വിശപ്പ് ബാധിക്കുന്നില്ല. അതാണ് ക്ഷുത്ക്ഷാമ എന്ന വാക്കിന് എന്ന ആ പദത്തിനർത്ഥം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അല്ലാണ്ട് ദാരിദ്ര്യ പട്ടിണിക്കടലിൽ കൂടി ആഴ്ന്നിറങ്ങി അഥവാ ആ പട്ടിണിയാകുന്ന സംസാരത്തെ കടക്കാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷുക്ഷാമയല്ല അവിടെ. ക്ഷുത്തവരെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നാമസങ്കീർത്തനത്തെ കൊണ്ട്. ഇനി ഇതെങ്ങനെയാണ് സാധിക്കുക? നാമസങ്കീർത്തനത്തെ കൊണ്ട് ക്ഷുത്തില്ലാതെ കൊണ്ടാവോ? ഭാഗവതം തന്നെ പറയണേ, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം നാമസങ്കീർത്തനം യസ്യ. ആ നാമസങ്കീർത്തനം യസ്യ യാതൊരാളുടെ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന പ്രണാമ തം നമാമി ഹരിം പരം എന്ന് ഭാഗവതം പറയണു. ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ അഭിപ്രായത്തിൽ സമ്പ്രദായത്തിൽ നമ്മൾ നിരീക്ഷിച്ചു നോക്കുക. ഇത് പറയുമ്പോൾ മിത്താണെന്ന് പറയും. ഭൗതികീയന്മാർ ഒരു മിത്താണ് എന്ന് പറയും. ഇതിൽ മിത്തൊന്നുമില്ല, സത്തയുള്ളൂ. മിഥ്യയില്ല, സത്തയുള്ളൂ. എന്താ കാരണം? നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും. നാരായണ 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 എന്ന് പതുക്കെ ജപിച്ചാൽ മനസ്സിലാവില്ല. ഉറക്കെ കണ്ഠം ഭിത്വാ വീര്യാദോ എന്ന് വൈദിക ആചാര്യന്മാർ പറയുന്നുണ്ട്. കണ്ഠത്തെ ഭേദിക്കുമാറ് ഉറക്കെ ജപിക്കണം നാമസങ്കീർത്തനം. നാരായണ 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 എന്ന് പറയുമ്പോൾ നരന്മാർക്ക് അയനഭൂതമായിട്ടുള്ള
ആയിട്ടുള്ളവനാണ് നാരായണൻ. അതെങ്ങനെയാ ഈ ശരീരത്തിന് ദുഃഖം, ദാരിദ്ര്യ ദുഃഖം, വിശപ്പാകുന്ന ദുഃഖം, ആർത്തിയാകുന്ന ദുഃഖം ഒക്കെ മാറ്റി തീർക്കണത്? ആലോചിച്ച് നോക്കുക. നാ എന്നതിന് നനർത്ഥവാചിയാണ്, ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നതാ എന്ന് ആചാര്യന്മാർ പറയും. നാരായണ അതിനെ ഇല്ലാതെ കണ്ടാക്കുന്നതാണ് രം എന്ന അഗ്നിബീജത്തെ കൊണ്ട് പരിപൂരിതമായിരിക്കുന്ന നാരായണ എന്ന ചതുരക്ഷരം. അജാമിളന് ആ തൻ്റെ ഉണ്ണിയെ നാരായണ എന്ന് വിളിച്ചപ്പോൾ നരനാരായണന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് അവിടെ ആവിർഭവിക്കേണ്ടി വന്നില്ലേ? മുക്തി പ്രദാനം ചെയ്യേണ്ടി വരുന്നില്ലേ? എത്ര ജഡനായിരുന്നു അദ്ദേഹം! ആ ജാഡ്യത, ജലസ്വരൂപം എന്നുള്ളത് അദ്ദേഹത്തിനെ ബാധിച്ചോ? ബാധിക്കാതെ കണ്ടിരുന്നത് എന്തുകൊണ്ട്? നാരായണ എന്ന് ജപിച്ചതല്ലേ വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ ജഡത്വം ബാധിക്കാതെ കണ്ട് വൈകുണ്ഠ പദാതിരോഹണം സാധിച്ചത് ആ ഒരൊറ്റ വിഷയം കൊണ്ടല്ലേ? ഇനി ഭൗതികളുടെ പാരമ്യതയിലാണെങ്കിൽ രാ എന്ന അഗ്നിബീജത്തെ കൊണ്ട് പരിപൂരിതമായിരിക്കുന്നതായ നാരായണ എന്ന നാമവും രാമ എന്ന നാമവും നോക്കൂ. 51 അക്ഷരങ്ങളിൽ രാ എന്ന വർണ്ണത്തെ പോലെ ഇത്രയധികം ശരീരത്തിന് പ്രകമ്പനം ഉണ്ടാക്കുന്നതായ മറ്റൊരു വർണ്ണമില്ല. രാമ 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 രാമ. ആ രാമ രാമ എന്ന് ഉറക്കെ ഈ ഓഡിറ്റോറിയം മുഴുവൻ കേൾക്കത്തക്ക ശബ്ദത്തിൽ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ആ രാ 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 എന്നുള്ളതായ അഗ്നിബീജം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ചതുരക്ഷരം നാമം നാരായണ നാമം. ആ നാരായണം നാമം ഉറക്കെ ജപിക്കുമ്പോൾ മോഡേൺ സയന്റിസ്റ്റ് പറയണു, ശബ്ദസിദ്ധാന്തക്കാർ പറയണു, രാ എന്ന അഗ്നിബീജത്തെ കൊണ്ട് പ്രകമ്പനം ഉണ്ടാകുന്നു. ഇത് നിരാകരിക്കാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? ഉണ്ടെങ്കിൽ വരാം. രാ എന്ന അഗ്നിബീജത്തെ കൊണ്ട് പ്രകമ്പനം ഉണ്ടാവുമ്പോൾ പ്രകമ്പനത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ഊഷ്മാവുണ്ടാവണു. ശരീരം തപിക്കണു. യോഗാഗ്നിർ ജപതി. ജപയോഗത്തെ കൊണ്ട് ശരീരം തപ്യമാനമായിട്ട് തീരണു, ഊഷ്മ സംയുക്തമായിട്ട് തീരണു, ചൂടായി തീരണു. ആ ജപയോഗത്തെ കൊണ്ട് സംസ്കൃതമായിട്ട് തീരുമ്പോൾ ജഡമായിരിക്കുന്ന ശരീരം തപിക്കണു, ചൂടാവണു. ഉറക്കെ നാമം ജപിച്ചു നോക്കൂ. ഉറക്കെ ജപിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് മനസ്സിലാവില്ല. നാരായണ എന്ന് ഉറക്കെ ജപിക്കുമ്പോഴാണ് എന്താ അവിടെ നടക്കണതെന്ന് മനസ്സിലാവുക. ആ പ്രകമ്പനത്തെ കൊണ്ട് ശരീരം വിയർക്കണു, വേർപ്പ് വരണു. വേർപ്പ് വന്ന് കുറച്ച് കഴിയുമ്പോൾ ആദ്യം തൊണ്ട അടയ്ക്കും. നാരായണ എന്ന് ഉറക്കെ ജപിച്ചാൽ ആദ്യം തൊണ്ട അടയ്ക്കും. എന്ന് കണ്ഠം ഭിത്വ ഗുരുവായൂരപ്പ അവിടുത്തെ പാതാരവിന്ദമല്ലാതെ മറ്റൊരാശ്രയമില്ലേ എന്ന് അചഞ്ചല നിഷ്കപട ഭക്തിയോട് കൂടിയിട്ട് ജപിക്കുമ്പോൾ ആ ജപയോഗത്തിങ്കിൽ നിന്നും ഉത്ഭൂതമായിരിക്കുന്ന അഗ്നി ശരീരത്തിലെ അജ്ഞാന അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട്, നിർമാർജനം ചെയ്യാനായിട്ട് അനുയോജ്യമായ അഗ്നി തത്വമായിട്ട് തീരണു. ഈ ശരീരം മുഴുവൻ കഫാത്മകമാണ്, ജഡമാണ്. ആ തൊണ്ട എപ്പോഴാണ് കെട്ടുക? തൊണ്ടയിൽ കഫം കെട്ടുമ്പോഴാണ് തൊണ്ട കെട്ടുക. മൃഷ്ടാന്ന ഭോജനം കഴിച്ചിട്ട് വയറ് നിറഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ഉറക്ക നാമം ജപിക്കാമെന്ന് ആലോചിച്ച് നോക്കൂ. സാധിക്കില്ല, സംശയിക്കുന്ന വേണ്ട. അപ്പോൾ നാമം ജപിക്കുമ്പോൾ ഭാഗവത വേദിയിൽ വരുമ്പോൾ മിതാഹാരമായിരിക്കണം. ഭാഗവത ശ്രവണത്തിൻ്റെ വിധിയിൽ, ഭാഗവത മാഹാത്മ്യത്തിൽ എങ്ങനെയായിരിക്കണം ഭാഗവത ശ്രവണത്തിന് വരേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മിതാഹാരം, ശരീരം നിലനിൽക്കാൻ വേണ്ടി മാത്രം. അപ്രകാരം മിതാഹാരം ശീലിച്ചുകൊണ്ട് നാമസങ്കീർത്തനത്തെ കൊണ്ട്, നാമജപത്തെ കൊണ്ട് സംസ്കൃതമാക്കി തീർക്കുക ജിഹ്വ. ആ ജിഹ്വ സംസ്കൃതമാക്കി തീർക്കുമ്പോൾ ശരീരവും സംസ്കൃതമായിട്ട് തീരും. അപ്രകാരം സംസ്കൃതമായിരിക്കുന്ന ശരീരം ഊഷ്മാവ് പുറപ്പെടുവിക്കും.
അതിനെക്കൊണ്ട് ശരീരത്തിൽ സ്വേദമുണ്ടാവും. ആ യോഗസിദ്ധിയെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ശരീരതാപം ആധിക്യം വന്നിട്ട് ശരീരത്തിൽ നിന്ന് ആദ്യത്തേൽ കമ്പം, പിന്നത്തേന് സ്വേദം എന്ന് പറയുന്നുണ്ട്. ജപയോഗത്തിൻ്റെ സിദ്ധിയാണ് അവൾ അനുഭവിക്കുക. ആ ജപയോഗാഗ്നിയിൽ നിന്ന് യോഗാഗ്നി ദഹതി, ദഹിപ്പിക്കും. എന്താ? ക്ഷിപ്രം, വളരെ വേഗത്തിൽ തന്നെ ദഹിപ്പിക്കും, സംശയിക്കൊന്നും വേണ്ട. അശേഷം പാപജം രജഹ, അജ്ഞാനത്തിന് കാരണഭൂതമായ ഞാൻ, എൻ്റെ പത്നി, എൻ്റെ കളത്രം മുതലായ അഹങ്കാരത്തിൻ്റെ കാരണഭൂതമായ, അജ്ഞാനസ്വരൂപമായ അഹങ്കാരത്തിൻ്റെ കാരണഭൂതമായ സകല വിഷയങ്ങളും നമ്മളിൽ നിന്നും വിട്ടകലും, സംശയിക്കൊന്നും വേണ്ട. അപ്പോൾ പ്രകമ്പനത്തെ കൊണ്ട് ഊഷ്മാവുണ്ടാവുന്നു. ആ ഊഷ്മാവ് ശരീരത്തിലെ അജ്ഞാനത്തിന് കാരണഭൂതമായ തൊണ്ട കെട്ടിക്കുന്നതായ കഫത്തിനെ വിലയിപ്പിക്കണു. സാവധാനം വീണ്ടും നമ്മൾ ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവത് പാദാരവിന്ദത്തിങ്കൽ മനസ്സിഴുക്കി ചേർത്ത് നാമം ജപിക്കുമ്പോൾ അടഞ്ഞ തൊണ്ട സാവധാനം തുറക്കും. അപ്പോൾ വരുന്നത് ജ്ഞാനസംയുക്തമായ, അജ്ഞാനവിരഹിതമായ, അജ്ഞാനം ബാധിക്കാത്തതായ, അഥവാ അല്പമെങ്കിലും എൻ്റെ ശരീരം എന്നുള്ള ചിന്ത പോവാൻ വിഷമാണല്ലോ, എങ്കിലും സാത്വികത കളയാടുന്നതായ നാമസങ്കീർത്തനമായിട്ട് മാറും നാരായണ എന്നുള്ളത്. ഇതനുഭവമാണ്. മോഡേൺ സയൻസിനും ഇതിനെ നിരാകരിക്കാൻ പറ്റില്ല. സൗണ്ട് എനർജിയെ കൊണ്ട് ആറ്റം ബോംബ് വരെ, വലിയ വലിയ ശക്തിമത്തായ സംഹാരത്തിൻ്റെ മൂർത്തി സ്വരൂപമായിരിക്കുന്ന ബോംബ് വരെ ഈ സൗണ്ട് എനർജിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് പറ്റില്ലേ? അതാണ് ഇവിടെ സൗണ്ട് എനർജിയുടെ സ്വരൂപമാണ് നാമം. ആ നാമത്തെ കൊണ്ട് അജ്ഞാനകാരണഭൂതമായ ശരീരത്തിലെ ജലസ്വരൂപമായിരിക്കുന്ന കഫം വിലയിച്ചു നീങ്ങുമ്പോൾ മനോനാശയ, മനസ്സിൻ്റെ നാശമുണ്ടാകുന്നു. മഹത്തായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഉദയമുണ്ടാകുന്നു. ത്വമസി എന്ന ബോധമുണ്ടാകുന്നു. ഭഗവാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഭഗവാൻ, എന്നിലും ഭഗവാനിലുമുള്ളതായ സച്ചിദാനന്ദ സ്വരൂപം ഒന്ന് തന്നെ എന്ന ബോധമുണ്ടാകുമ്പോൾ ആ ജപം കേവല ജപമായിട്ട് തീരണു. അതിൻ്റെ സ്വരൂപമാണ് സുധാമാവിൽ നമ്മൾ കാണുന്നത്. അപ്പം എങ്ങനെയാണ് ഭക്തന്മാരെ കുചേലനാവണത്? സുധാമാവാണ്. സുഷ്ടുവായിരിക്കുന്ന നാമത്തോട് കൂടിയവനാണ്. സദാ നാമസങ്കീർത്തനമാകുന്ന, നാമമാകുന്ന യജ്ഞോപവീതം ധരിച്ച് ശരീരം മുഴുവൻ നാമമയമായി തീർന്ന കുചേലനാണ് അദ്ദേഹത്തിന് അനുയോജ്യയായ ക്ഷുത്ക്ഷാമ. അവിടെ ക്ഷുത്താണ് ക്ഷാമയായിട്ട് തീർന്നിരിക്കുന്നത്. വിശപ്പില്ല, വിശപ്പിനെ കൊണ്ട് ബാധിക്കുന്നില്ല, ബാധിതയായിട്ട് തീരുന്നില്ല, ദാരിദ്ര്യം എന്നതില്ല. അദ്ദേഹത്തിന് ഭൗതികമായ നമ്മൾക്കൊക്കെ കാണുന്നത് പോലെ കാറില്ല, കൊട്ടാരമില്ല, കൊട്ടകോത്തളങ്ങളില്ല, ഇതൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും പരമസമ്പന്നനാണ്. എന്തുകൊണ്ട്? വേണ്ട പ്രകാരത്തിൽ പന്നമായിട്ടിരിക്കുകയാണ്. എന്ത്? മനസ്സെങ്കിൽ ഏനകേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയിൽ ഭാഗവതം പറയണു. നാമസങ്കീർത്തനമായ ഉപായത്തോടു കൂടിയിട്ട് സദാസമയവും സുധാമാവിൻ്റെ മനസ്സും ശരീരവും ചുണ്ടുകളും ശ്വാസോച്ഛ്വാസ പര്യന്തം എല്ലാം തന്നെ ഭഗവത് പാദത്തിങ്കൽ, ഭഗവത് സ്വരൂപത്തിങ്കൽ ലയിച്ചിരിക്കുമ്പോൾ പിന്നെ അവിടെ ദാരിദ്ര്യ ദുഃഖം എവിടെ? ഏറ്റവും സമ്പന്നനല്ല അദ്ദേഹം. അദ്ദേഹത്തിന് അനുയോജ്യയായ ക്ഷുക്ഷാമയാണ്. എങ്കിലും ഭൗതിക ദുഃഖം, ദരിദ്ര ശീതമാന സാ വേവമാന അഭിഗമ്യത നനു ബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതരുഷവ തമവൈഹി മഹാഭാഗ സാധൂനാം ച പരായണം. ഭഗവാനെ, ഭർത്താവിനെ വിളിക്കണു. ഭൗതികമായ വിഷയങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാരിദ്ര്യം കാണുന്നില്ലേ? ദാരിദ്ര്യ ദുഃഖം കാണുന്നില്ലേ? ദാരിദ്ര്യമായിരിക്കുന്ന ദുഃഖവും ദുഃഖം തന്നെയല്ലേ? അവിടുന്ന് സദാ സമ്പന്നനാണ്, സദാ ശ്രീകൃഷ്ണ പരമാത്മാവെങ്കിൽ ലീനനാണ്. നമ്മുടെ കുട്ടികൾ ദാരിദ്ര്യ ദുഃഖത്തെക്കൊണ്ട്, ക്ഷുത്തിനെക്കൊണ്ട് പീഡിതരാണല്ലോ, ക്ഷീണിതരാണല്ലോ. അവരുടെ വിശപ്പടക്കാൻ വേണ്ടി
അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. അവിടുത്തെ സഖാവായിട്ട് ആണല്ലോ സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തി പൊന്നു ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയാൻ സാധിക്കാത്ത കാര്യങ്ങളില്ലല്ലോ എന്ന് പറയുന്ന സമയത്തെങ്കിൽ സുദാമാവിൻ്റെ അടുത്ത് പേടിച്ച് വിറച്ച് എന്താണ് അദ്ദേഹം പറയുക? അദ്ദേഹത്തിന് ഇത് വേദനയാണോ ഉണ്ടാക്കുക, ക്രോധമാണോ ഉണ്ടാക്കുക, മറ്റെന്തെങ്കിലും ക്ലേശങ്ങളുണ്ടാവുമോ, അഥവാ ഭൗതിക ജീവിതത്തെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ദേഹവിയോഗം തന്നെ സംഭവിക്കുമോ എന്നുള്ള പല പ്രകാരത്തിലുള്ള ഭയങ്ങളെ കൊണ്ട് ഭയചകിതയായിട്ടാണ് ആ ക്ഷുക്ഷാമാദേവി തൻ്റെ ഭർത്താവിൻ്റെ കാണപ്പെട്ട ദൈവമായ സുദാമാവിൻ്റെ സമീപത്തെങ്കിൽ ചെന്നിട്ട് പാദത്തെങ്കിൽ ചെന്ന് അപേക്ഷിക്കണത്. അത് കേട്ട മാത്രമെങ്കിൽ തന്നെ സുദാമാവ് പറയണു, ഏതായാലും സച്ചിദാനന്ദമൂർത്തിയെ ദർശിക്കണമെന്നാണല്ലോ പറയണത്, ആയത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കിമുപായനം എന്താ പോകുമ്പോൾ സജ്ജനങ്ങളെ, നമ്മൾ സജ്ജനങ്ങളുടെ അടുത്തും ആചാര്യന്മാരുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തും രാജാക്കന്മാരുടെ അടുത്തും ഒക്കെ വൃദ്ധന്മാരുടെ അടുത്തും വൃദ്ധകളുടെ അടുത്തും അമ്മമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാഴ്ച അവനവന് പറ്റാവുന്ന എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് ഗുരുനാഥൻ പറയാറുണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ ആ ഗൃഹത്തിങ്കിൽ വാസ്തവത്തിൽ ഒന്നുമില്ല എന്ന് സുദാമാവിനറിയാം. എങ്കിലും തൻ്റെ ധർമ്മപത്നി എന്തെങ്കിലും ഉപായനം കൊണ്ടുവരും എന്ന പരിപൂർണമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കാഴ്ചയായിട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെന്ന് പറയണു. അതനുസരിച്ചിട്ട് തൊട്ടടുത്ത ഗൃഹങ്ങളിൽ പോയിട്ട് നെല്ല് സംഭരിച്ച് ഇരന്നിട്ടാണെങ്കിലും നെല്ല് സംഭരിച്ചിട്ട് അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ, അന്നത്തിങ്കിൽ നിന്നല്ലേ സകല ഭൂതങ്ങളും ചരാചരങ്ങളും ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും. അതിൻ്റെ പ്രതിരൂപമായ തണ്ടുലം, അതിൽ നിന്ന് നെല്ല് കൊണ്ടുവന്ന് കുത്തി അവിലാക്കിയിട്ട് തൻ്റെ വസ്ത്രഖണ്ഡത്തിങ്ങൾ മുറിച്ചെടുത്ത് അതിൽ ആ കുച്ചിപിടകത്തെ അദ്ദേഹത്തിന് കാഴ്ചയായിട്ട് സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിക്ക് കാഴ്ചയായിട്ട് കൊണ്ടുപോകാനായി തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പതിയുടെ അടുത്ത് ഏൽപ്പിക്കണം. അദ്ദേഹമാകട്ടെ കീറിപ്പൊളിഞ്ഞ കുടയും വടിയും തട്ടുടുത്ത വസ്ത്രവും ഒരു രണ്ടാം മുഷിഞ്ഞ് കീറി നാറിയതായ രണ്ടാം മുണ്ടും തോളിലിട്ട് ആ കുടയെടുത്ത് ആ പൃഥുകതണ്ടുലത്തെ കുശിപിടകത്തെ തൻ്റെ കക്ഷത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന നാമം ആകുന്ന തുഴയോടുകൂടിയിട്ട് ആ സംസാര സാഗരത്തെ തരണം ചെയ്ത് സാവധാനത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദാരവിന്ദത്തെ മാത്രം തൻ്റെ ഹൃദയകമലത്തിങ്കൽ പരിലാളിച്ചുകൊണ്ട് സാവധാനത്തിൽ നടന്ന് ദ്വാരകാപുരിയുടെ സായങ്കാലത്തിൽ ദ്വാരകാപുരിയുടെ ഗോപുരദ്വാരത്തിങ്കിലെത്തുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ആ ഏഴാം മാളികയുടെ മുകളിൽ നിന്ന് തൻ്റെ സുഹൃത്തായ സുദാമാവിനെ കണ്ട മാത്രയിൽ ഓടിച്ചാടിയിട്ട് ഭഗവാൻ ആ ഏഴുമാളികളിൽ നിന്നും താഴത്തേക്ക് പിടിപിടിപിടിപിടേനെ ഇറങ്ങി വന്ന് തൻ്റെ സുഹൃത്തിനെ വാരിപ്പുണരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, പരസ്പരം
കണ്ണീരുകൊണ്ട് ഭക്തി കൊണ്ട് സൗഹൃദം കൊണ്ട് എല്ലാം കൊണ്ടും പരസ്പരം കഴുകിക്കുന്നു. ഭക്തന്മാരെ, അവിടെ സുഹൃത്ത് എന്ന വാക്ക് തന്നെ ഭഗവാൻ പ്രയോഗിക്കുന്നു. വേണ്ട പ്രകാരത്തിൽ ആഹരണം ചെയ്തവനാണ് കൃഷ്ണൻ, കരുഷണം ചെയ്യുന്നവനാണ് കൃഷ്ണൻ, സകല വിഷയങ്ങളെയും തന്നിലേക്ക് തന്നെ ആകർഷണം ചെയ്യുന്നവനാണ് കൃഷ്ണൻ. ആ ശ്രീകൃഷ്ണ പരമാത്മാവ് സുദാമാവിനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിക്കണു. ആ കെട്ടിപ്പിടിച്ച സമയത്തെങ്കിൽ രണ്ടുപേരുടെയും കണ്ണീരിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകുന്നു. രണ്ടുപേരെയും ഒരുപോലെ തന്നെ പരസ്പരം കഴുകിക്കണു. ആ ആനന്ദാതിരേകമായ ആ മുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. അങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ സുഹൃത്തിനെ വേണ്ട പ്രകാരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയകമലത്തെ തന്നിൽ തന്നെ ഹൃദയകമലത്തിൽ തന്നെ അല്ലാതെ കണ്ട മറ്റാരെയും ഉറപ്പിക്കരുത് എന്ന് സ്വാർത്ഥതയോട് കൂടിയിട്ടാണേയിരിക്കുമോ എന്ന് തോന്നും. കെട്ടിപ്പിടിച്ച് ആ 7-ാം മാളികയിലെ എനിക്ക് കയറ്റി കൊണ്ടുപോകണു. ലക്ഷ്മീതൽപ്പത്തിങ്കൽ താൻ ഇരുന്നരുളുന്നതായ അതേ ലക്ഷ്മീതൽപ്പത്തിങ്കൽ കയറ്റിയിരുത്തുന്നു. വളരെ വേഗത്തിൽ തന്നെ കഥകളിൽ നമ്മൾ കണ്ടില്ലേ എത്ര വേഗത്തിലാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ പാദപ്രക്ഷാളനാദികൾ, പൂജാദികൾ, സുഗന്ധങ്ങൾ, മാല്യങ്ങൾ, ഹാരങ്ങൾ, കേയൂരാദി മാലകൾ, വസ്ത്രാദികൾ കൊടുത്ത് അലങ്കരിച്ച് അദ്ദേഹത്തിന് തൻ്റെ താൻ എപ്രകാരം ആ ലക്ഷ്മീ ദർപ്പത്തിങ്കൽ ഇരിക്കുന്നുവോ അപ്രകാരം തൻ്റെ സ്ഥാനത്ത് കയറ്റിയിരുന്നു, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. അതുവരെ ഭഗവാന്റെ കണ്ണീര് ധാരധാരയായി ഒഴുകുന്നതായ കണ്ണീര് നിൽക്കുന്നില്ല. എന്തു കൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. എന്തുകൊണ്ടോ കഷ്ടമായി. ഭഗവാൻ ആ സമയത്ത് വിചാരിച്ചുവോ? നിശ്ചയില്ല. കഷ്ടമായി. തൻ്റെ ഈ സുഹൃത്തിനെ വേണ്ട സമയത്ത് വേണ്ട പ്രകാരത്തിൽ അനുഗ്രഹിക്കാതെ കണ്ടിരുന്നത് തെറ്റായിപ്പോയോ എന്ന് വിചാരിച്ചിട്ടാണോ ഭഗവാൻ കരഞ്ഞത്? അതോ തൻ്റെ സുഹൃത്തിൻ്റെ ഈ ശുഷ്കമായ ശരീരം കണ്ടുകൊണ്ട് ആ ശരീരത്തിൻ്റെ ശുഷ്കത കൊണ്ടും കീറിപ്പൊളിഞ്ഞ വസനം കണ്ടുകൊണ്ട് ആ കീറിപ്പൊളിഞ്ഞതായ വസനവും കീറിയ പട്ടക്കുടയും ദണ്ഡവും കണ്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ ആതിരേകത്തെ കഷ്ടമായി പോയി താൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന ആ കുറ്റബോധം കൊണ്ടാണോ? എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ആ ചെന്താമരക്കണ്ണൻ, ഇതുവരെ കണ്ണീരൊഴുക്കാത്ത ചെന്താമരക്കണ്ണൻ ഒരിറ്റ് കണ്ണീരൊഴുക്കി. ആ കണ്ണീരിനെ കൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ ശരീരത്തെ കഴുകി പരിശുദ്ധമാക്കി തീർത്തു. പരസ്പരം ആലിംഗനം ചെയ്ത് ആ നിർവൃതിയിൽ രണ്ടുപേരും ജീവാത്മ പരമാത്മ സ്വരൂപന്മാരായിരിക്കുന്ന പരമാത്മ സ്വരൂപത്തിൻ്റെ മൂർത്തി സ്വരൂപമായ സച്ചിദാനന്ദ മൂർത്തി, ഭക്തിയുടെ പരമോന്നത സ്വരൂപമായ സുദാമാവിനെ കെട്ടിപ്പുണർന്ന് ആലിംഗനം ചെയ്ത് അല്പസമയം പരസ്പരം കണ്ണീരൊഴുക്കി ഗൽഗത കണ്ഠരായിട്ട് നിശബ്ദരായിട്ട് ആനന്ദഭക്തരായിട്ട് ആനന്ദത്തിൽ കൊണ്ട് ആറാടിയവരായിട്ട് ആനന്ദ മനോഹാരിതയിൽ മുങ്ങിപ്പൊങ്ങുന്നവരായിട്ട് ആ ലക്ഷ്മി തൽപ്പത്തിങ്കിൽ പരിലസിക്കുന്നു. ഭക്തന്മാരെ, ഇതിന് കാരണം സകല വിഷയങ്ങളിൽ നിന്നും വ്യാവർത്തിപ്പിച്ച് ഭക്തിയോടുകൂടിയിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിങ്കൽ നാരായണ എന്ന് സദാ ജപിച്ച് 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 നാമസ്വരൂപമാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സ്. സദാ ഭഗവാങ്കൽ ലീനമായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ്. അതാണ് സുഹൃൽ എന്ന വാക്കിനെ കൊണ്ട് സുദാമാവിനെ അലങ്കരിക്കാൻ തന്നെ കാരണം വ്യാസഭഗവാൻ എന്ന് യാതൊരു സംശയവുമില്ല. അപ്രകാരം നമ്മുടെ മനസ്സിനെയും രജസ്തമോ ഗുണങ്ങളെ കൊണ്ട് കളങ്ക പങ്കിതമായി ഇരിക്കുന്ന മനസ്സിനെയും ജപയോഗത്തെ കൊണ്ട് നാരായണ എന്ന നാമ ജപത്തെ കൊണ്ട്
ആ ജപ ഊഷ്മാവിനെ കൊണ്ട്, ജപയോഗ ഊഷ്മാവിനെ കൊണ്ട് മനസ്സിലെ രജസ്തമോ ഗുണങ്ങളെ കഴുകി വൃത്തിയാക്കി കളയൂ. കാമക്രോധ ലോഭമോഹ മതമത്സരാദികളായിരിക്കുന്ന അരിഷഡ്വർഗങ്ങളെ കഴുകിക്കളയൂ. എന്താണ് ഈ 7 പടികളായത്? ഒന്ന് പറഞ്ഞില്ലേ? കാമ ക്രോധ ലോഭ മോഹ മത മത്സരാദികളായിരിക്കുന്ന അരിഷഡ്വർഗങ്ങളെ കഴുകിക്കളയണോ? 7-ാം മാളികയ്ക്ക് കയറുന്നതിന് മുമ്പേ തന്നെയും തൻ്റെ സുഹൃത്തിനെയും രണ്ടുപേരും പരസ്പരം ആനന്ദ അശ്രുക്കളെ കൊണ്ട്, സന്തോഷ അശ്രുക്കളെ കൊണ്ട് കഴുകി വൃത്തിയാകണോ? അഭിഷേകം ചെയ്ത് വൃത്തിയാക്കി തീർക്കണോ? പരിശുദ്ധീകരിച്ചിട്ട് മാത്രമാണ് ആ 7-ാം മാളികയുടെ 7-ാമത്തെ മാളികയിലെ ഏറ്റവും മുകളിലത്തെ മാളികയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അവിടെ കഴുകുന്നത് ഭക്തന്മാരെ നാമജപത്തെ കൊണ്ട് ഇപ്രകാരം തന്നെ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം മുതലായ അരിഷഡ്വർഗങ്ങൾക്ക് കാരണഭൂതമായ രജസ്തമോ ഗുണങ്ങളെ നാമജപമാകുന്ന അമൃതത്തെ കൊണ്ട് കഴുകി വൃത്തിയാക്കുമ്പോൾ നമ്മളും ഇപ്രകാരം സുധാമാക്കളായിട്ട് മാറും, സംശയമില്ല. ഇനി മറ്റൊരു കാര്യം, ഈ എന്താണ് 7 ഭഗവാൻ തന്നെ പറയണില്ലേ, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം. ഈ ശരീരം 6 ചക്രങ്ങളെ കൊണ്ടും 7-ാമത്തെ സഹസ്രാര പത്മം, ആ 6 ചക്രങ്ങളെ കൊണ്ട് കൂടിയതാണ് ഈ ശരീരം. അത് തന്നെയാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതേ ശരീര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ആ 6 ചക്രങ്ങൾ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. മൂലാധാരത്തിങ്കൽ നമ്മുടെ ശരീരത്തിന് കാരണഭൂതമായ പൃഥ്വി, സ്വാധിഷ്ഠാനത്തിങ്കൽ അപയേവ സദർജ, ഒരു വിത്ത് കുത്തിയിട്ടാൽ ഉണ്ടാവണമെങ്കിൽ വെള്ളം നനയ്ക്കണ്ടേ? ആ അപ്തത്വം സ്വാധിഷ്ഠാന ചക്രത്തിങ്കൽ, അഗ്നിതത്വം മണിപൂരക ചക്രത്തിങ്കൽ, 3-ാമത്തേത് നാഭിയെങ്കിൽ, അനാഹതചക്രം എന്നുള്ളത് നിരന്തരം ആഹതമില്ലാതെ കണ്ട് നാരായണ എന്ന ജപം, സോഹം 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 എന്ന ശ്വാസോച്ഛ്വാസത്തെ കൊണ്ട് നീയാണ് ഞാൻ, ഞാനാണ് നീ എന്നും നിരന്തരം നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോഹം എന്ന നാമജപം, ആ നാമജപ സ്വരൂപമാണ് ശ്വാസോച്ഛ്വാസം. ഭക്തന്മാരെ, ആ നാമജപ സ്വരൂപമാണ് ശ്വാസോച്ഛ്വാസം എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചുകൊണ്ട് നാരായണ എന്ന് ജപിച്ചു നോക്കൂ. നമ്മൾ ജപിക്കുന്നതായ ഓരോ ശ്വാസവും നാമസ്വരൂപമായിട്ട് പരിണമിക്കും, യാതൊരു സംശയവുമില്ല. അനാദം അനർഗളമായിട്ട് ആദിയില്ലാതെ കണ്ട് ഭഗവാൻ സച്ചിദാനന്ദമൂർത്തി വാതാലയേശൻ നമ്മുടെ ഹൃദയകമലത്തിങ്കൽ നിരന്തരം ശോഭിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ വിശപ്പ് ബാധിക്കില്ല, ശാരീരിക ക്ലേശങ്ങൾ ബാധിക്കില്ല, ഭൗതികമായ കാമക്രോധ ലോഭ മതമോഹന മത്സരാദികളായിരിക്കുന്ന അരിഷഡ്വർഗങ്ങൾ നമ്മളെ ബാധിക്കില്ല, ശത്രുതാബാധ ഉണ്ടാവില്ല, യാതൊരു സംശയവുമില്ല. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം, നാമസങ്കീർത്തനം യസ്യ, ഈ നാമസങ്കീർത്തനം കൊണ്ട് പരിപൂരിതമാക്കി തീർക്കൂ നമ്മുടെ ശരീരവും മനസ്സും, അതിനെക്കൊണ്ട് സംസ്കരിക്കൂ. സർവ പാപ പ്രണാശനം, എല്ലാവിധ പാപങ്ങളും കഴുകിക്കളയപ്പെടും, യാതൊരു സംശയവുമില്ല. ഇത് സത്യം. ആ നാമത്തെ കൊണ്ട് പരിപൂരിതമായ അലങ്കൃതമായ ആ ജിഹ്വ നാലാമത്തെ ചക്രം അനാഹത ചക്രത്തിങ്കിൽ സദാ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണ മൂർത്തി നിരന്തരം നാമത്തെക്കൊണ്ട് അലങ്കൃതനായിട്ട് പരിലസിക്കുന്നു. അതാണ് അനാഹത ചക്രം. ഹാർട്ടും ലങ്സൊക്കെ ഇവിടെ അല്ലേ, സദാസമയവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആ ശ്വാസോച്ഛ്വാസം, സോഹം സോഹം, ഞാനാണ് നീയ്, നീയാണ് ഞാൻ, നീയാണ് ഞാൻ, ഞാനാണ് നീയ് എന്ന് നിരന്തരം നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം നമ്മൾ അറിയാതെ കണ്ട് നാമസങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിങ്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ അഹം, ഞാനും നീയും ഒന്ന് തന്നെയാണ്, നിരന്തരം നമ്മളെ ബോധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്വാസോച്ഛ്വാസം.
ആ ശ്വാസോച്ഛ്വാസം നിന്നു കഴിഞ്ഞാൽ ഭക്തന്മാരെ, കാറ്റ് പോയാൽ കാറ്റ് പോയില്ലേ? കാറ്റ് പോവാതെ കണ്ടിരുന്നാൽ ആ കാറ്റാണ് ഭഗവാൻ. ഗുരുവായൂരേശൻ, ആ വായുസ്വരൂപൻ നിരന്തരം ഹൃദയകമലത്തിങ്കൽ പരിലസിക്കുമ്പോൾ അജ്ഞാന അന്ധകാരമായിരിക്കുന്ന ദാരിദ്ര്യം നമ്മളെ സ്പർശിക്കില്ല. അപ്രകാരമാണ് ദാരിദ്ര്യം സ്പർശിക്കാത്ത സുധാമാവ്. അപ്രകാരം നിരന്തരം നാമസങ്കീർത്തനത്തെ കൊണ്ട് അലങ്കൃതമായ ഹൃദയകമലം. അടുത്തത് വിശുദ്ധി. യോഗാചാര്യന്മാർ പറഞ്ഞു വിശേഷേണ ശുദ്ധമായിട്ടുള്ളതാണ് വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രത്തെങ്കിൽ ആകാശതത്വമാണ്. ഇവിടെ ആകാശമില്ലാതെ കണ്ട ഒരു പ്രദേശമില്ലല്ലോ. എന്തെങ്കിലും ഒരു വസ്തുവിന് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്പേസ് വേണം, ആകാശം വേണം. അപ്പം 5 ഭൂതങ്ങളായി. പാഞ്ചഭൗതികമായ ശരീരമായി. ആ പാഞ്ചഭൗതികമായ ശരീരത്തിങ്കൽ പ്രവൃത്തിക്ക് കാരണഭൂതനായിരിക്കുന്ന സാക്ഷാൽ വാതാലയേശൻ ശ്രീ പൊന്നുഗുരുവായൂരപ്പൻ നിരന്തരം വായുസ്വരൂപേണ നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാറ്റ് പോയാൽ ഭഗവാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയാൽ കഴിഞ്ഞില്ലേ? ഭഗവാൻ നമ്മളിൽ നിന്ന് വിട്ടുപോവില്ല. അജ്ഞാന അന്ധകാരം ബാധിക്കാതെ കണ്ട് നാമത്തെ കൊണ്ട് അലങ്കൃതമായിരിക്കുകയാണെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ഹൃദയകമലത്തിങ്കൽ നിരന്തരം പ്രകാശിച്ചു കൊണ്ടിരിക്കും. യാതൊരു സംശയമില്ല. അതാണ് സുധാമാവിൽ കൂടെ നമ്മൾ കാണുന്നത്. അടുത്തത് ആസമന്താൽ ന്യായതേ ആജ്ഞാചക്രം. സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ മഹാദേവന്റെ 3-ാം തൃക്കണില് ആസമന്താൽ ന്യായതേ മുഴുവനായിട്ട് അറിഞ്ഞു എന്ന ബോധം ഉൽപ്പാദിപ്പിക്കുന്നതായ ആജ്ഞാചക്രം. അതിൻ്റെ സ്ഥാനമാണ് 3-ാം തൃക്കണ്ണിൻ്റെ സ്ഥാനമാണ്. ഏറ്റവും വലിയ വിഷ്ണുഭക്തൻ ആരാ? മഹാദേവൻ. ഏറ്റവും വലിയ ശിവഭക്തൻ ആരാ? മഹാവിഷ്ണു. ആ ജ്ഞാനസ്വരൂപനായ മഹാദേവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ജ്ഞാനാഗ്നി, യോഗാഗ്നി ജപയോഗത്തിൽ നിന്നും ഉത്ഭൂതമായിരിക്കുന്നതായ ആ അഗ്നി ക്ഷിപ്രം അശേഷം പാപജം ജരജ, ഈ ജന്മമരണങ്ങൾക്ക് കാരണഭൂതമായ പാപത്തിനെ നിശേഷം കഴുകിക്കളയും. യാതൊരു സംശയവുമില്ല. അനുഭവസിദ്ധമാണിത്. അത് കഴിഞ്ഞ് സഹസ്രാര പത്മം, ആയിരക്കണക്കിന് നിറങ്ങളുള്ളതായ കമിഴ്ത്തി വെച്ചതായ താമര പൂവിനെ പോലെയാണത്രേ. നിരന്തരം അമൃതപരിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അമൃത് അജ്ഞാനസ്വരൂപമായിരിക്കുന്ന ശരീരത്തെങ്കിൽ അജ്ഞാനസ്വരൂപമായ അഗ്നിയെങ്കിൽ പതിച്ചിട്ട് ജരിക്കണൂത്രേ. ആ ജരണത്തെ, ആ അമൃതത്തിൻ്റെ ജരണത്തെ ഇല്ലാതെ കണ്ടാക്കാൻ എന്താണ് മാർഗം? അതിനുള്ള തുഴ എന്താണ്? ആ അമൃതത്തിങ്കൽ മുങ്ങിപ്പോകാനുള്ളതായ തുഴ എന്താണ്? നാരായണ. ആ നാരായണ എന്ന ഉറക്കെയുള്ളതായ നാമജപം, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്നതാണ്. യാതൊരു സംശയവുമില്ല. മനോനാശയ മഹോദയ, മനസ്സാണ് മനേമ മനുഷ്യാണ് കാരണം ബന്ധ മോക്ഷയോഹോ. ഈ മനസ്സാണ് എൻ്റെ എന്നും നിൻ്റെ എന്നും അവൻ്റെ എന്നും അവളുടെ എന്നും, എൻ്റെ സ്വത്ത്, എൻ്റെ ധനം, എൻ്റെ ഭൂമി, എൻ്റെ ഭാര്യ, എൻ്റെ കളത്രം എന്നുള്ള എൻ്റെ എന്നുള്ളതും അവൻ്റെ ഭാര്യ, അവൻ്റെ കളത്രം, അവൻ്റെ സ്വത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് താല്പര്യമില്ല. ഈ എൻ്റെ നിൻ്റെ എന്നുള്ളതായ ബോധത്തിന് കാരണം ആ അഹം ബോധമാണ്. ആ അഹംബോധത്തെ നിർമാർജനം ചെയ്യാൻ നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും. ഇതല്ലേ ഇവിടെ കാണുന്നത് ഭക്തന്മാരെ. ഭക്തോത്തമനായ സുധാമാവിങ്കില് ശ്രീകൃഷ്ണ സഖാവായിരിക്കുന്ന സുധാമാവിങ്കില് ഇതല്ലേ നമ്മളിവിടെ കാണുന്നത്. ആ സഖാവിനെ തന്നോടൊപ്പം ലക്ഷ്മീതൽപ്പത്തെങ്കിൽ ഇരുത്തുന്നു. ലക്ഷ്മീതൽപ്പത്തിൽ ഇരുത്തിട്ട് സച്ചിദാനന്ദ സ്വരൂപനായ സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പൻ പാദപ്രക്ഷാളനം ചെയ്യണു. കാല് കഴുകി, എത്ര വേഗത്തിലാണ് നടന്നത്. കാല് കഴുകിക്കണു, ചന്ദനാദികൾ തൊടുവിക്കണു. അദ്ദേഹത്തിൻ്റെ പത്നിയാകട്ടെ ഇത് ആരാണെന്ന് മനസ്സിലാവണില്ല. രുക്മിണീദേവി ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ആലവട്ടം കൊണ്ട് സാവധാനത്തിൽ വീശുന്നു. ദ്വാരകാനിവാസികളാവട്ടെ ആരാണ് ഈ കുചൈലൻ, കുൽസിതമായിരിക്കുന്ന ചേലയോടുകൂടിയവൻ ആരാണ്? കുൽസിതം നിന്ദിതം. അടുത്തു വന്നാൽ
കീറിപ്പൊളിഞ്ഞ വസനല്ലേ ഉടുത്തിരിക്കുന്നത്. അവിടെ വസ്ത്രം മാത്രമേ വാസ്തവത്തിൽ കുൽസിതമായിട്ടുള്ളൂ, ചേല മാത്രമേ കുൽസിതമായിട്ടുള്ളൂ. മനസ്സ് ശ്രീകൃഷ്ണ പരമാത്മാവിങ്കൽ ലീനമായിരിക്കുമ്പോൾ എങ്ങനെയാണ് കുൽസിതമാവുക? കാമക്രോധ ലോഭ മോഹ മത്സരാദികളായിരിക്കുന്ന അരി ഷഡ്വർഗങ്ങള് സ്പർശിക്കാതെ കണ്ടുള്ളതായിരിക്കുന്ന മനസ്സ് എങ്ങനെ കളങ്കപങ്കിലമാവും? രജസ്തമോഭ്യാം നിർമുക്ത, ജപയോഗത്തെ കൊണ്ട് യോഗി തുല്യനായിട്ട് ഭഗവത് തുല്യനായിട്ട് തീർന്നിരിക്കുന്നു സുദാമാവ്. ആ സുഹൃത്താവുമ്പോഴാണ് ഭഗവാന് അദ്ദേഹത്തിൻ്റെ പാദപ്രക്ഷാളനം ചെയ്യേണ്ടി വരുന്നത്. ജലത്തെ കൊണ്ടാണോ പാദപ്രക്ഷാളനം ചെയ്തതാണ്, അതോ ഭഗവാന്റെ കണ്ണീര് കൊണ്ടാണോ പാദപ്രക്ഷാളനം ചെയ്തത്? ഭക്തന്മാരെ അറിയില്ല. അപ്രകാരം പാദപ്രക്ഷാളനം ചെയ്ത് രുക്മിണീദേവി അദ്ദേഹത്തിനെ ആലവട്ടം കൊണ്ട് വെഞ്ചാമരം കൊണ്ട് വീശുന്നു. ലക്ഷ്മീ തൽപ്പത്തിങ്കിൽ ഇരുന്ന് തൻ്റെ പഴയ കഥകൾ ഓർമ്മിക്കണു. സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ച കാലത്തെ ഓർമ്മിക്കണു. അന്ന് നമ്മളെല്ലാവരും രണ്ടുപേരും കൂടിയിട്ട് ഒരിക്കൽ വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗുരുപത്നി പറഞ്ഞതനുസരിച്ചിട്ട് കാട്ടിൽ പൂവുണ്ടായില്ലേ? ആ കാട്ടിൽ പോയ സമയത്ത് ഇടിയും മഴയും വന്നില്ലേ? ഇടിയും മഴയും വന്ന് നമ്മൾ പേടിച്ചിട്ട് മരത്തിൻ്റെ കൊമ്പത്ത് കെട്ടിപ്പിടിച്ചിരുന്നില്ലേ? പ്രാതസമയത്ത് നമ്മുടെ ഗുരുനാഥൻ സാന്ദീപനി മുനി വരണു, വന്ന് നമ്മളെ അന്വേഷിക്കണു. കുട്ടികളെ നിങ്ങൾക്ക് പേടിയായോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് ആ രണ്ട് ശിഷ്യന്മാരെയും ആശ്ലേഷിക്കണു. ഭാഗവതം പറയണു, ഗുരോരനുഗ്രഹേണ പുമാൻ പൂർണ്ണപ്രശാന്തയെ ഗുരോരനുഗ്രഹേണൈവ 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 സർവജ്ഞനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിക്ക് വിദ്യ പഠിപ്പിക്കാനായിട്ട് വാസ്തവത്തിൽ സാന്ദീപനി മുനിയുടെ ആവശ്യമുണ്ടോ? സാന്ദീപനി എന്ന വാക്ക് തന്നെ ഭക്തന്മാരെ ഒന്ന് അന്വേഷിച്ചു നോക്കൂ. സമ്യക്കാകുമെണ്ണം വേണ്ട പ്രകാരത്തിൽ ദീപനത്തെ ചെയ്തവൻ. ഭക്തന്മാരെ, നമ്മളുടെ ഓരോരുത്തരിലും അറിവ് കിടക്കുന്നുണ്ട്. ഇപ്രകാരമുള്ള സാന്ദീപനി മുനിമാരുടെ സംസർഗത്തെ കൊണ്ട് ആ അറിവിനെ അജ്ഞാനമാകുന്ന ചളി കഴുകിക്കളയുമ്പോൾ മനസ്സിൻ്റെ നാശമുണ്ടാകുന്നു. മനേവ മനുഷ്യാണാം കാരണം ബന്ധ, സംസാരസാഗരത്തിൻ്റെ ബന്ധത്തിന് കാരണം ഈ മനസ്സാണ്. യാതൊരു സംശയവുമില്ല. രജസ്തമസ്സുകളെ കൊണ്ട് സംയുക്തമായ സത്വം അല്പമാത്രമുള്ള മനേവ മനുഷ്യാനാം കാരണം ബന്ധ മോക്ഷയോ. ആ മനസ്സിനെ ജയിക്കുന്നതോട് കൂടിയിട്ട് ആ മനസ്സിനെ ജയിക്കാൻ എന്താണ് വേണ്ടത്? മനോനാശേ മഹോദയ. ആ മഹത്തിൻ്റെ ഉദയത്തിന് എന്താണ് വേണ്ടത്? നാമസങ്കീർത്തനം യസ്യ. നാമസങ്കീർത്തനമാണ് ഇതിനെക്കുറിച്ച് വേണ്ടത്. സദാസമയവും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് നിരന്തരം നാമസങ്കീർത്തനത്തെ കൊണ്ട് മാത്രം അലങ്കൃതമായ സുദാമാവിൻ്റെ തൃച്ചുണ്ടുകൾ അജ്ഞാനമാകുന്ന അന്ധകാരം, ഭൗതികമായിരിക്കുന്ന അന്ധകാരം അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. മനസ്സ് നശിച്ചിരിക്കുന്നു. മനസ്സ് സാക്ഷാൽ സച്ചിദാനന്ദ മൂർത്തിയിൽ ലീനമായിട്ട് ഏറ്റവും സമ്പന്നമായിരിക്കുന്നു. നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചേല എന്നതിനെ കൊണ്ട് ഈ ശരീരം മാത്രമാണ് കുൽസിതമായിരിക്കുന്നത്. ഭഗവാൻ പറയുന്നില്ല, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ. ഈ ക്ഷേത്രം, ഈ ശരീരം മാത്രമാണ് അവിടെ കുൽസിതമായിരിക്കുന്നത്. ആ ശരീരത്തിനെ അധിഷ്ഠാനമാക്കി ചെയ്യുന്നതായ മനസ്സോ, ലോകത്തിലെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണഭൂതമായിരിക്കുന്ന മനസ്സ് സാക്ഷാൽ സച്ചിദാനന്ദ മൂർത്തിയിൽ ശ്രീകൃഷ്ണ പരമാത്മാവിങ്കൽ ശ്രീ പൊണ്ടു ഗുരുവായൂരപ്പനെങ്കിൽ സദാ ലീനമായിരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം എവിടെ?
സ്പർശിക്കില്ല, സംശയിക്കണ്ട. ദാരിദ്ര്യ ദുഃഖം സ്പർശിക്കില്ല. ദാരിദ്ര്യത്തിന് കടന്നു വരാൻ പഴുത് കാണില്ല. അപ്രകാരം ദാരിദ്ര്യം കടന്നു വരാതെ എങ്ങനെ ഇരിക്കണമെങ്കിൽ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം. നാമസങ്കീർത്തനം ഒന്ന് മാത്രം മതി. നാരായണ. എല്ലാവരും ഉറക്കെ ജപിക്കൂ. തിരുനാമാചാര്യനെ അനുസ്മരിച്ചുകൊണ്ട് തിരുനാമാചാര്യത്തിന്റെ ഗ്രഹത്തിന്റെ മുന്നിലിരുന്നിട്ട് നിശബ്ദരായിട്ടിരിക്കരുത്. നാരായണ 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 നാരായണ. ഇത്രയൊന്നും ശബ്ദം പോലല്ലോ. ആയിരക്കണക്കിന് ജനങ്ങൾ ഇരിക്കില്ലേ, ഉറക്കെ വരട്ടെ. നാരായണ 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 നാരായണ. എന്താ ഈ ഭാഗത്ത് കേൾക്കണില്ലല്ലോ? ഉറക്കെ വരട്ടെ. നാരായണ നാരായണ. ഗുരുവായൂരപ്പന്റെ തിലകക്കുറിയായിരുന്ന തിരുനാമാചാര്യനെ അനുസ്മരിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ കണ്ഠം ഭിത്വ ഉറക്കെ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോഗാഗ്നിർദഹതി ക്ഷിപ്രം അശേഷം പാപജം രജഃ. യോഗാചാര്യന്മാര്, ജ്ഞാനികളായിരിക്കുന്ന യാജ്ഞവൽക്യമുള്ളതായിരിക്കുന്ന യോഗ ആചാര്യന്മാർ പറഞ്ഞു, യോഗാഗ്നി ക്ഷപതി ദഹതി ക്ഷിപ്രം അശേഷം പാപജം രജ. ഇവിടെ എന്ത് യോഗാഗ്നിയാണ്? ജപയോഗാഗ്നിയാണ്. നാമസങ്കീർത്തനമായിരിക്കുന്ന ജപം. ആ നാമസങ്കീർത്തനം യസ്യ സർവ പാപ ജനന മരണ ദുഃഖങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്ന പാപത്തെ ഉന്മൂലനം ചെയ്തിരിക്കും, സംശയമില്ല. നാരായണ 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 നാരായണ. അപ്രകാരം നാമം ഹരിതമായിട്ട് തീരുമ്പോൾ മനസ്സ് ശരീരവും മനസ്സും നാമത്തെ കൊണ്ട് സംസ്കൃതമായിട്ട് തീരുമ്പോൾ ക്ഷിപ്രം അശേഷം പാപജം രജ. മരണങ്ങൾക്ക് കാരണഭൂതമായിരിക്കുന്ന പാപം കഴുകിക്കളയപ്പെട്ടിരിക്കും, യാതൊരു സംശയവുമില്ല. മോഡേൺ സയൻസും ഇത് തന്നെയാണ് പറയണത്. എന്താണ് കാരണം? ജപിക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. കണ്ഠം ഭിത്വ വെറുതെ ജപിച്ചാൽ മനസ്സിലാവില്ല. ഉറക്കെ ജപിച്ചു നോക്കൂ. ആ ജപത്തെ കൊണ്ട് ജപയോഗത്തിങ്കിൽ നിന്ന് ഒരു ഊഷ്മാവ് ഉണ്ടാവുന്നുണ്ട്. ആ ഊഷ്മാവ് ജപയോഗ അഗ്നിയാണ്. യോഗാഗ്നി ക്ഷപതി ദഹതി. എന്ത്? ക്ഷിപ്രം, വളരെ വേഗത്തിൽ തന്നെ ദഹിപ്പിക്കുന്നു. അശേഷം, മുഴുവനായിട്ട് പാപജം, ജന്മകരണങ്ങൾക്ക് കാരണഭൂതമായ, അജ്ഞാനത്തിന് കാരണഭൂതമായ പാപത്തെ കഴുകിക്കളയുന്നു. പാപജം രജഃ. ആ പാപജമായിരിക്കുന്ന രജസ്സിനെ കഴുകിക്കളയാതെ കണ്ടിരിക്കില്ല, യാതൊരു സംശയവുമില്ല. അതിന് മകുടോദാഹരണമാണ് സുധാമാവ്. അപ്പോഴാണ് സുധാമാവിന് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സമീപത്തെങ്കിൽ ജീവാത്മസ്വരൂപനായ പരമാത്മാവിങ്കിൽ സദാ നിരന്തരം ലീനനായിരിക്കുന്ന സച്ചിദാനന്ദ പരമാത്മാവിങ്കിൽ ലീനനായിരിക്കുന്ന സുധാമാവിൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സമീപത്തെങ്കിൽ ലക്ഷ്മീതൽപ്പത്തെങ്കിൽ ഇരിക്കാറാവുന്നത്. ആ ലക്ഷ്മീ തൽപ്പമോ എന്തെങ്കിലും ആ സുധാമാവിനെ ബാധിക്കുന്നുണ്ടോ? കീറിപ്പൊളിഞ്ഞ വസനം തന്നെയല്ലേ? ആ കീറിപ്പൊളിഞ്ഞ വസനം മാത്രമാണ്, ശരീരം മാത്രമാണ് കുൽസിതമായിരിക്കുന്നത്. ചേല എന്നുള്ളതിന് ശരീരമെന്ന് അർത്ഥം പറയണു. വേണ്ട പ്രകാരത്തിൽ ഭഗവാൻകൾ മാത്രം തൻ്റെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുക. സുധാമാവ് നാമമാകുന്ന കയറിനെ കൊണ്ട് ഭഗവാൻകൾ കെട്ടിയിട്ടിരിക്കുക. അപ്പോഴാണ് സുധാമാവണത്. അപ്രകാരം
ഭഗവാങ്കൽ മനസ്സ് ലീനമായിരിക്കുമ്പോൾ വിശപ്പ്, ദാഹം മുതലായവ ബാധിക്കില്ല. അദ്ദേഹത്തിന് ബാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും ക്ഷുൽക്ഷാമയായിരിക്കും. ക്ഷുത്തിനെ കൊണ്ട് ക്ഷാമ, ക്ഷീണിത എന്ന് പറയാം. അല്ല, ക്ഷുത്തില്ലാത്തവള്, വിശപ്പ് ബാധിക്കാത്തവള്, അപ്പോഴേ ധർമ്മപത്നിയാവുള്ളൂ. ദാരിദ്ര്യ ദുഃഖം മനസ്സിനെ ബാധിക്കുന്നില്ല. മനസ്സ് സമ്പന്നമാണ്. എവിടെ മനസ്സ് സിദ്ധമാണ്, എവിടെ ഭഗവാങ്കൽ. സദാ ലീനമായിരിക്കുമ്പോൾ സമ്പന്നയല്ലേ സുധാമാവിൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന ക്ഷുൽക്ഷാമയും. അവിടെ ക്ഷുത്തെവിടെ? ക്ഷുത്തിനെ കൊണ്ട്, ക്ഷുത്ത് ബാധിക്കാതെ കണ്ട് ക്ഷാമയ. അപ്പോഴാണ് ധർമ്മപത്നിയായിട്ട് തീരുന്നത്. അപ്രകാരം സുധാമാവ് ഭഗവാങ്കൽ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സമീപത്തെങ്കിൽ ലക്ഷ്മി തത്വത്തിൽ ഇരുന്നരണു. പാദപ്രക്ഷാളനം ചെയ്ത് തൻ്റെ പഠിച്ച കാലത്തെ അനുസ്മരിക്കണു. ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഭക്തന്മാരെ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഗുരുവിൻ്റെ അനുഗ്രഹം എന്ത് എന്നറിയാത്ത കുട്ടികളാണെന്നുള്ളത്. ഗുകാരസ്തു അന്ധകാരസ്യാൽ രുകാരസ്തന്നിരോധക. അന്ധകാര നിരോധത്വാൽ ഗുരുരിത്യഭിധീയതേ. ഗുകാരം എന്നത് അന്ധകാരവാചിയാണ്, 3 സൂചിപ്പിക്കുന്നു. രുകാരസ്തന്നിരോധക, രാ എന്ന അഗ്നിബീജം ആ അന്ധകാരത്തെ നിരോധനം ചെയ്ത് കഴുകി വൃത്തിയാക്കി, ചളിയെ കഴുകി വൃത്തിയാക്കി മാറ്റുന്നതാണ് ഗുരു. ആ ഗുരുവിനെ അനുഗ്രഹത്തെ കൊണ്ട് ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ. അപ്പോഴേ പുമാൻ പൂർണ്ണനായിട്ട് പരിണമിക്കുകയുള്ളൂ, മാറുകയുള്ളൂ. യാതൊരു സംശയവുമില്ല. അവരുടെ ഗുരുനാഥൻ്റെ പേരെന്താണ്? സാന്ദീപനി. ഇങ്ങനെ മനോഹരമായിട്ട് വ്യാസഭഗവാനാണ് ആ പേര് കൊടുക്കുന്നത്. സമ്യക്കാകമണ്ണം ഉദ്ദീപനത്തെ ചെയ്തവനാണ് സാന്ദീപനി. കർത്തുമകർത്തും അന്യഥാകർത്തും ശക്തപ്രഭു ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിക്ക് വിദ്യ ഉപദേശിക്കേണ്ടതുണ്ടോ? പൊന്നുഗുരുവായൂരപ്പന് വിദ്യ ഉപദേശിക്കേണ്ടതുണ്ടോ? ഗോകുലത്തെങ്കില് ദേവകീ വസുദേവന്മാരുടെ പുത്രനായിട്ട് ഭൂജാതനായി കഴിഞ്ഞപ്പോൾ ഭൗതികമായ ധർമ്മങ്ങൾക്ക് വിധേയനാവുക എന്ന ധർമ്മത്തെ പരിരക്ഷിക്കുക എന്ന് ഭഗവത് ധർമ്മമാണ്. അത് പരിരക്ഷിക്കാൻ വേണ്ടിയാണ് 64 ദിവസം തൻ്റെ ഗുരുവിൻ്റെ അടുക്ക്, സാന്ദീപനി മുനിയുടെ അടുക്ക് വിദ്യ ആർജിക്കാൻ വേണ്ടി അദ്ദേഹം ഉപനയനാനന്തരം ഗമിക്കണത്. അവിടെ മനസ്സിൻ്റെ നാശമുണ്ടായി തീരുമ്പോൾ മഹത്തായിരിക്കുന്ന വിഷയത്തിൻ്റെ ഉദയം. ഈ ശരീരം ഒരു ശരീരം സ്വീകരിച്ചുവോ ആ ശരീരത്തിന് വേണ്ടതായ എല്ലാ ധർമ്മങ്ങളും അനുഷ്ഠിച്ചിരിക്കണമെന്നുകൂടി ഭഗവാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. വാസ്തവത്തിൽ 64 ദിവസം കൊണ്ട് 64 വിദ്യകളെയും സച്ചിദാനന്ദമൂർത്തി സാന്ദീപനി മുനിയിൽ കൂടി സ്വീകരിക്കുന്നത്. ശരീരത്തെ സ്വീകരിച്ചുവോ, ഭൗതിക ശരീരത്തെ സ്വീകരിച്ചാൽ ആ ശരീരം പാലിക്കേണ്ടതായ ധർമ്മങ്ങളെ പരിപാലിക്കണമെന്ന് നമുക്കൊക്കെ വേണ്ടി കാണിച്ചു തരികയാണ് ഭഗവാൻ. വാസ്തവത്തിൽ അപ്പോഴാണ് ഭഗവാൻ സച്ചിദാനന്ദമൂർത്തിയായിട്ട്, ലോക ആചാര്യനായിട്ട്, സകല ചരാചരങ്ങൾക്കും അതീതനായിട്ട്, സകല ചരാചരങ്ങളിലും വ്യാപിക്കുന്നവനായിട്ട് പരിലസിക്കുന്നത് എന്നർത്ഥം. ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലോകത്തിന് മാതൃകയായിട്ട് തീരണമല്ലോ. താൻ ജനിച്ചു, ശരീരത്തെ സ്വീകരിച്ചു. ആ ശരീരത്തെ സ്വീകരിച്ചപ്പോൾ ഒരു ജീവിയായി, ആ ജീവിയായപ്പോൾ സാന്ദീപനി മുനിയുടെ അടുത്ത് ചെല്ലുന്നു. നിമിത്തമാത്രമായിട്ട് 10-64 ദിവസം കൊണ്ട് വിദ്യയെ സ്വീകരിക്കണു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന വാക്ക് തന്നെ വേണ്ട പ്രകാരത്തിൽ ഹൃദയത്തെ ആഹരണം ചെയ്തവൻ. ഇതിലധികം സുഹൃത്ത് എന്നുള്ള പദം മറ്റൊരു ഘട്ടത്തിൽ ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നില്ല. കുചേലനെ മാത്രമാണ് സുഹൃത്ത് എന്ന് സംബോധന ചെയ്യുന്നത് തോന്നുന്നു. അപ്രകാരം ഗുരുകുലവാസത്തിന് അനുസ്മരിക്കണു. ഇതൊക്കെ കഴിഞ്ഞ് ചോദിക്കണു, എങ്ങനെയായാലും നമ്മൾ പഠിച്ചേർന്ന കാലവും കാട്ടിൽ പോയതും വിറക് കൊണ്ടുവന്നതും ഗുരുനാഥൻ നമ്മളെ അനുഗ്രഹിച്ചതുമൊക്കെ നമ്മൾ പറഞ്ഞുവല്ലോ. എനിക്ക് വേണ്ടി എന്തെങ്കിലും അങ്ങ് കൊണ്ടുവന്നുണ്ടോ സുധാമാവേ? ചോദിക്കണു. സുധാമാവാകട്ടെ ഗുരുകുലവാസത്തെ അനുസ്മരിച്ചു.
അന്നത്തെ കാലത്തെ കളികളെക്കുറിച്ച് അനുസ്മരിച്ചു. ഇതൊക്കെ അനുസ്മരിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്പമൊന്ന് ലജ്ജയോട് കൂടിയിട്ട് തല താത്തുന്നു. കിമുപായനമാനീതം. ഭക്തന്മാരെ, ഇതൊരു മാതൃകയാണ്. സജ്ജനങ്ങളെയും രാജാക്കന്മാരെയും എല്ലാവരെയും കാണാൻ പോകുമ്പോൾ, വയസ്സായിട്ടുള്ളവരെയും കുട്ടികളെയൊക്കെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിലുള്ളതായ സുധാമാവ്, ആ സുധാമാവൻ കൂടി തൻ്റെ ധർമ്മപത്നിയോട് ചോദിക്കണു, ക്ഷുത്സാമോട് ചോദിച്ചിട്ട് 4 പിടി അവില് ഒരു വസ്ത്രഖണ്ഡത്തിൽ കെട്ടിയിട്ട് തൻ്റെ കക്ഷത്തിൽ വെച്ച് കീറിപ്പൊളിഞ്ഞ കുടയും പിടിച്ച് വടിയും പിടിച്ച് നടന്ന് അവിടെ ചെല്ലല്ലേ ഉണ്ടായത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. പത്രമായാലും പുഷ്പമായാലും തോയമായാലും വെള്ളമായാലും ഭക്തിയോടുകൂടിയുടെ ഭക്തിയിൽ ആകുന്ന അമൃതത്തോടുകൂടി ഇഴുക്കി ചേർത്ത് ഭക്തിയാ പ്രയച്ഛതി. ഭക്തി ഒന്നുകൊണ്ട് അതിനോട് കൂടിയിട്ട് ഇഴുക്കി ചേർത്തിട്ടുള്ള കളഭം കൊടുക്കുമ്പോഴേ ഭഗവാന് തൃപ്തിയാവുള്ളൂ, ഭഗവാൻ സന്തുഷ്ടനാവുള്ളൂ. ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയാ പ്രയച്ഛതി. ആ ഭക്തിയോട് കൂടിയിട്ട് നാമസങ്കീർത്തനം ജപിക്കുമ്പോഴേ ഭക്തന്മാരെ, ആ ഭഗവത് പാദാരവിന്ദത്തിങ്കൽ മാത്രം മനസ്സ് ലീനമാക്കിയിട്ട് ആ സുധാമാവിനെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും അനുസ്മരിച്ചുകൊണ്ട് നാരായണ എന്ന് ഉറക്കെ ജപിക്കൂ. നാരായണ 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 നാരായണ. ആ ജപയോഗാഗ്നി നമ്മുടെ പാപമാകുന്ന രജസ്സിനെയും കഴുകിക്കളയട്ടെ. എപ്രകാരം സുധാമാവിൻ്റെ പാപത്തെ കഴുകിക്കളഞ്ഞുവോ, സുധാമാവിൻ്റെ സകലവിധ പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് ശ്രീകൃഷ്ണ പരമാത്മാവിൽ മാത്രം ലീനമാക്കി തീർത്തുവോ, അപ്രകാരം നമ്മുടെയൊക്കെ മനസ്സിനെയും ഭഗവത് പാദാരവിന്ദത്തിങ്കൽ ലീനമാക്കി തീർക്കട്ടെ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇത്തം വിചിന്യവസനാൻ ക്ഷീരബദ്ധാത്മജന്മന സ്വയം ജഹാരകിമിതം ഇനി പൃഥുകതണ്ടുരാൻ. ഇപ്രകാരം ഭഗവാൻ വിചാരിച്ചിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ കക്ഷത്തെങ്കിൽ ഇരിക്കുന്നതായ കുച്ചിപിടകം അല്പമൊന്ന് നാണിച്ച് തല താഴ്ത്തിയിരിക്കുന്ന ഘട്ടത്തെങ്കിൽ ഭഗവാൻ പതുക്കെ ആ കുച്ചിപിടകത്തെ തൻ്റെ സുഹൃത്തിൻ്റെ കക്ഷത്തുനിന്ന് വലിച്ചെടുക്കണു. ക്ഷീരബദ്ധാൽ ദ്വിജന്മന സ്വയം ജഹാര, അപഹരിച്ചെടുത്തു എന്നല്ലേ പറഞ്ഞത്. ആ ജഹാര ഹരിച്ചു. അതോടുകൂടി തന്നെ ആ പൃഥുക തണ്ടുലത്തെ, ഭക്തന്മാരെ, ഈ പൃഥുകം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ സൂചകമാണ്. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാൽ അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ. ഈ ശരീരത്തെ സൂചിപ്പിക്കുന്നു. ആ ശരീരത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, സംഹാരം മുതലായ ശരീരത്തിൻ്റെ വൃദ്ധി എപ്പോഴാണ്ടാവുന്നത്? പർജന്യാൽ അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ. ഭഗവാൻ അർജുനനോട് പറയണു, ആ അന്നത്തെ കൊണ്ടാണ് ശരീരത്തിൻ്റെ വൃദ്ധി. ആ അന്നസ്വരൂപമായിരിക്കുന്ന പൃഥുകം, ആ പൃഥുകം തന്നെ എങ്ങനെ ഉണ്ടാക്കണു? ആ അന്നത്തെ കൊണ്ട് ശരീരം വർദ്ധിക്കണു. ഈ ശരീരം തന്നെയാണ് ഞാൻ എന്ന അഹങ്കാരത്തിന് കാരണം. ഞാൻ, എൻ്റെ പുത്രം, എൻ്റെ കളത്രം, എൻ്റെ പത്നി, എൻ്റെ ഭാര്യ, എൻ്റെ സഹോദരൻ എന്ന എൻ്റെ എന്നുള്ള ആ മമതാബോധത്തിനും കാരണം ഈ ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ വൃദ്ധി എന്തുകൊണ്ടുണ്ടാവണു? അന്നാത് ഭവന്തി, ആ അന്നത്തെ കൊണ്ടുണ്ടാവുന്നു. ആ അന്നത്തിൻ്റെ സ്വരൂപമാണ് പൃഥുകം. നെല്ല് കുത്തിയിട്ടല്ലേ അരി ഉണ്ടാക്കുന്നത്, അവലുണ്ടാക്കുന്നത്. നെല്ല് വറുത്തിടിച്ച് അവലുണ്ടാക്കണു. ആ ഭർജനം കൊണ്ട് ഒരു സംസ്കാരം അവിടെ വരണു. അജ്ഞാനത്തിന് എന്തെങ്കിലും കാരണം ആയിട്ട് വല്ലതും കിടക്കുന്നുണ്ടെങ്കിൽ അഗ്നിസംയോഗം കൊണ്ട്. ഇവിടെ എന്താണ്? ജപയോഗാഗ്നി കൊണ്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ
ഹരേ മുരാരേ ഹേ നാഥ നാരായണ എന്ന ജപയോഗാഗ്നിയെ കൊണ്ടാണ് കുചേലൻ്റെ അജ്ഞാനം നിർമാർജനം ചെയ്യപ്പെട്ടത്. അപ്രകാരം ജപിച്ച് ജപിച്ച് ഇടിച്ച് വൃത്തിയാക്കിയ പൃഥുകം തന്നെയാണ് പറഞ്ഞത്. അരി എന്ന് പറഞ്ഞില്ല, അരി കൊണ്ടുപോകുന്നില്ലേ, മലര് കൊണ്ടുപോകുന്നില്ലേ, എന്തിനാ പൃഥുകം കൊണ്ടുപോയത്? ആ പൃഥുകത്തിൻ്റെ സംസ്കാരം ആലോചിച്ച് നോക്കൂ. വെള്ളം തളിച്ച് വൃത്തിയാക്കി ഒന്ന് കുതിർത്തി ആദ്യം വറുത്തെടുക്കണു, വറുത്ത് പാകമാകുമ്പോൾ ഇടിച്ചെടുക്കണു. ഇവിടെ ഇടിക്കാൻ എന്താ വേണ്ടത്? നാമമാകുന്ന തുഴയെക്കൊണ്ട് അഹങ്കാരമാകുന്ന ആ അജ്ഞാന സ്വരൂപത്തെ ഇടിച്ച് താഴ്ത്തുക. അപ്രകാരം അഹങ്കാരത്തെ ഇടിച്ച് താഴ്ത്തുമ്പോൾ മനസ്സിൻ്റെ നാശം. ശരീരം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ക്ഷേത്രജ്ഞമി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ബോധ്യം ഉണ്ടായിത്തീരും. അതിന് തടസ്സമായിരിക്കുന്നത് അഹങ്കാരമാണ്. ആ അഹങ്കാരത്തിന് കാരണം ഈ ശരീരത്തിങ്കൽ വിലസുന്നതായ മനസ്സാണ്. ആ മനസ്സിനെ നാമസങ്കീർത്തനമാകുന്ന നാമസങ്കീർത്തനത്തെ കൊണ്ട് ഇടിച്ച് താഴ്ത്തു. രജസ്തമസ്സുകളിൽ നിന്ന് നിർമുക്തമാക്കി തീർക്കൂ. സത്വം പ്രകാശിക്കട്ടെ. നാമസങ്കീർത്തനം ലജ്ജ വിട്ട് ചെയ്യാനാകട്ടെ. നമുക്കും ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായിത്തീരും. യാതൊരു സംശയമില്ല. ഭഗവാനാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം. നാരായണ ഉറക്ക ജപിക്കൂ. നാരായണ 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 നാരായണ. ആ നാമജപത്തെ കൊണ്ട് സംസ്കരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാനെന്ന ബോധമുണ്ടാക്കി തീർക്കുന്നതായ അഹങ്കാരത്തെ വിധ്വംസിക്കപ്പെടും. മനസ്സിൻ്റെ നാശം വന്നിരിക്കും. മഹത്തിൻ്റെ ഉദയം, ഭഗവാന്റെ ഉദയം, സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയുടെ ഉദയം, ഗുരുവായൂരപ്പൻ്റെ ഉദയം, ശംഖചക്ര ഗദാപൽപധാരിയായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ മഹത്തായ ഉദയം വന്നിരിക്കും. സംശയമില്ല. ഭഗവാനാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം. ഇത് സത്യം സത്യം സത്യം. നാരായണ ഉറക്കട്ടെ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ അപ്രകാരം സുധാമാവ് ലക്ഷ്മീദർപ്പത്തിങ്കിലിരുന്ന് തൻ്റെ വിദ്യാധ്യയന കാലത്തെ കഥകൾ പറഞ്ഞ് പരസ്പരം സന്തുഷ്ടരായിട്ട് പിറ്റേ ദിവസം പ്രാതകാലത്തെങ്കിൽ തിരിച്ചു പോരണു. ഭഗവാനോട് സുധാമാവ് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കാവട്ടെ, ഭഗവാൻ എന്തെങ്കിലും വേണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കാവട്ടെ, എന്തെങ്കിലും കൊടുക്കുകയാവട്ടെ. ആ പാദപ്രക്ഷാളനമല്ലാതെ കണ്ട് ആ ദ്വാരകാപുരിയെങ്കിൽ എന്തെങ്കിലും നടന്നോ ഭക്തന്മാരെ? പരസ്പരം സുഹൃത് വേണ്ട പ്രകാരത്തിൽ ഹൃദയത്തെ ബന്ധിപ്പിച്ചവരാണ്, പരസ്പരം ബന്ധിപ്പിച്ചവരാണ്. ആ ഹൃദയത്തോട് ചേരുമ്പോൾ അവിടെ വാക്കുകൾക്ക് പ്രസക്തിയില്ല, ദാനത്തിന് പ്രസക്തിയില്ല. എന്താണ് ഗ്രഹിക്കേണ്ടത് അത് ഗ്രഹിച്ചിരിക്കും. അതിനനുസരിച്ച് ദാനം നടക്കണമെങ്കിൽ നടന്നിരിക്കും. ഒന്നും ആ സുധാമാവ് ചോദിച്ചിട്ടില്ല. അപ്പോഴാണ് സുധാമാവ് എന്ന പേര് അന്വർത്ഥമായിട്ട് തീരണത്. ആ സുധാമാവ് പിറ്റേന്ന് പോന്ന് അപ്പോഴും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന നാമത്തെക്കൊണ്ട്, നാമസങ്കീർത്തനത്തെക്കൊണ്ട്, നാമജപത്തെക്കൊണ്ട് തൻ്റെ ഹൃദയവും ചുണ്ടുകളും സംസ്കരിച്ച് തിരിച്ചു പോരുന്നു. നടന്ന് അദ്ദേഹത്തിൻ്റെ ആലയത്തിന് സമീപത്തിന് എത്തുന്നു. ഇടയ്ക്ക് ആലോചിക്കണു, അല്ല ഞാൻ ഇപ്പോൾ ഒന്നും ഭഗവാനോട് ചോദിച്ചില്ലല്ലോ. പട്ടിണി കൊണ്ടും പരിവട്ടത്തെ കൊണ്ടും ദുഃഖിതരായ കുട്ടികളെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. തൻ്റെ ധർമ്മപത്നിയായ ക്ഷുക്ഷാമയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വേണ്ട, പറയേണ്ടതില്ല. ആ നാമസങ്കീർത്തനത്തെക്കൊണ്ട്, നാമജപത്തെക്കൊണ്ട് സംസ്കൃതമായിട്ട് സമ്പന്നമായിട്ട് എന്താണോ സിദ്ധിക്കേണ്ടത് അത് സിദ്ധിച്ച മനസ്സ് ലൗകികമായ ഭാവവിചാരങ്ങളെക്കൊണ്ടും ഭാവഹാവാദികളെക്കൊണ്ടും സംസ്കരിച്ച് പങ്കിലമാക്കി തീർക്കുന്നില്ല എന്ന് നിരന്തരം വീണ്ടും വീണ്ടും നാമത്തെ മാത്രം ജപിച്ചും അനുസ്മരിച്ചും
തിരിച്ചു വരുന്ന സമയത്തിൽ ദ്വാരകയ്ക്ക് സമാനമായ തൻ്റെ ദേശത്തിലെത്തിക്കഴിയുന്ന സമയത്ത് ദ്വാരകയ്ക്ക് സമാനമായ കൊട്ടാരത്തെ കാണുന്നു. പത്നി തോഴിമാരോട് കൂടിയിട്ട്, ദീപാലങ്കാരങ്ങളോട് കൂടിയിട്ട്, വാദ്യഘോഷാദികളോട് കൂടിയിട്ട് സ്വീകരിക്കാനായിട്ട് വരണു. ഇദ്ദേഹത്തിനോ ഈ വക വിഷയങ്ങളൊക്കെ കണ്ടപ്പോൾ എന്താ അത് കഥ? ദ്വാരകയെപ്പോലെ ഒരു കൊട്ടാരം ഇവിടെയോ? എനിക്ക് സ്ഥലം മാറിയോ? എൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചോ എന്നൊക്കെ വിചാരിക്കണു. ഇത് സാധ്യമാവോ എന്നല്ലേ ഭക്തന്മാരെ സംശയം? സാധ്യമായിരിക്കും. കർത്തുമകർത്തും അന്യഥാകർത്തും ശക്ത പ്രഭു ഈശ്വര. ചെയ്യാനും ചെയ്യാതിരിക്കാനും ഇപ്പോൾ ഇപ്രകാരം എന്നുള്ളത് ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് പരിണമിപ്പിക്കാൻ ഭഗവാന് സാധിച്ചിരിക്കും. എന്താ കാരണം? ദൃഷ്ടാന്തം എന്താണ്? എത്ര യോഗീശ്വര, യോഗീശ്വരനും യോഗീശ്വരനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിക്ക് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് എന്തുണ്ടാവണോ അത് ഉണ്ടാക്കാനും നിലനിർത്താനും സംഹരിക്കാനും ഒരുപോലെ കഴിഞ്ഞിരിക്കും. അത് യോഗ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇതിന് യോഗമാണതിന് മറുപടി പറയേണ്ടത്. യോഗശാസ്ത്രമാണ്. യോഗീശ്വരനായിരിക്കുന്ന സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിക്ക് എന്തും ചെയ്യാൻ സാധിച്ചിരിക്കും. അങ്ങനെ പറ്റുമോ? ദ്വാരകയെ പോലെ തന്നെ ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ മനസ്സുകൊണ്ട് സങ്കല്പമാത്ര കരണേവ ജഗൽ സമഗ്രം സങ്കല്പമാത്ര കരണേവ മനോവിലാസ. ഇത് യോഗമാർഗത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ സംശയം തീർന്നിരിക്കും. യോഗീശ്വര കൃഷ്ണ ആണെങ്കിൽ ദ്വാരകയ്ക്ക് സമാനമായിരിക്കുന്ന കൊട്ടാരം അതേ പ്രകാരത്തിൽ പണിയാൻ കഴിഞ്ഞിരിക്കും. നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അജ്ഞാന അന്ധകാരത്തെ കൊണ്ട് പരിപൂരിതമാണ് നമ്മുടെ ഹൃദയഗമനം. ജ്ഞാനത്തെക്കൊണ്ട്, ജ്ഞാനദീപത്തെക്കൊണ്ട് ഉദ്ദീപനമല്ല നമ്മുടെ ഹൃദയം. ആ ജ്ഞാനദീപത്തെക്കൊണ്ട് ഉദ്ദീപനമാക്കി തീർക്കാൻ നാമസങ്കീർത്തനം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്നതിനെ കൊണ്ട് ചുണ്ടുമ്പിൽ മാത്രമല്ല മനസ്സിനെ കൊണ്ടും നാമം ജപിക്കണം. അത് ശീലിക്കണം, പരിചയിക്കണം. നിരന്തരം കുട്ടിയിൽ തന്നെ നാമം ജപിച്ച് ശീലിച്ചാലേ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ നടക്കില്ല. കുട്ടിയിൽ തന്നെ നാരായണ എന്ന് സന്ധ്യാനാമം മുതൽ ജപിപ്പിക്കണം. അമ്മമാര് ടി വി കണ്ടിരിക്കരുത്. ടി വി അജ്ഞാനത്തെ ഉണ്ടാക്കുന്നതാണ്, ഭ്രമിപ്പിക്കുന്നതാണ്. സന്ധ്യ കൊണ്ട് സായം സന്ധ്യയിലും രാത്രി സന്ധ്യയിലും 2 സന്ധ്യയിൽ ഏറ്റവും അധികം മനസ്സ് കലുഷിതമായിരിക്കുന്ന സമയമാണ്. ആ കലുഷിതമായിരിക്കുന്ന സമയത്തിന് ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ദീപത്തെ ഉദ്ദീപനം ചെയ്തിട്ട് ഭഗവാനെ ഉള്ളിൽ അനുസ്മരിച്ചുകൊണ്ട് നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും, പശികടും, വ്യസനങ്ങൾ തീരും. ഇത് സംശയമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഉറക്ക ജപിച്ചവരുടെ വിശപ്പ് മാറിയിരിക്കും, വിശപ്പ് അകന്നിരിക്കും. ആ ജപയോഗത്തിങ്കിൽ നിന്നും ഉദ്ബുദ്ധമായിരിക്കുന്ന ഉദ്ദീപനമായിരിക്കുന്ന ജപ യോഗാഗ്നി മനസ്സിന്റെ നാശത്തെ തന്നിരിക്കും. മഹത്തിന്റെ ഉദയമുണ്ടായിരിക്കും. സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തി ഹൃദയകമലത്തിങ്കൽ പരിലസിച്ചിരിക്കും. സംശയമില്ല. ഇത് സത്യം, ഇത് സത്യം, സത്യം. നാരായണ നാരായണ നാരായണ. എന്റെ ഗുരുവായൂരപ്പന്റെ ഭാഗത്തിങ്കൽ ഇത്രയും നാമത്തിന്റെ വൈരല്യം ഉറക്ക വരട്ടെ, ഉറക്ക വരട്ടെ. നാരായണ. തിരുനാമാചാര്യനെ അനുസ്മരിച്ചുകൊണ്ട് നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഭക്തന്മാരെ, തിരുനാമാചാര്യൻ്റെ ഗേഹം ഇവിടെ തൊട്ടടുത്തല്ലേ. അല്പം ഒരു 50 വയസ്സിന് മേലുള്ളവർ, വേണ്ട 30 വയസ്സിന് മേലുള്ളവരൊക്കെ അദ്ദേഹത്തിനെ കണ്ടവരായിരിക്കും. അദ്ദേഹത്തിനെ അനുസ്മരിച്ചെങ്കിലും അദ്ദേഹം എപ്രകാരം ജീവിച്ചിരുന്ന കാലത്ത് നാമസങ്കീർത്തനത്തെ കൊണ്ട് ഈ ഗുരുവായൂർ ഉപദേശൻ
ഗുരുവായൂർ വീരേശന്റെ പാദങ്ങളും പാദധൂളികളും സങ്കേതവും നാമത്തെ കൊണ്ട് പരിപൂരിതമാക്കിയിരുന്നുവോ അപ്രകാരം നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ആ നല്ല നാളെ ഓർത്തുകൊണ്ട് ഉറക്കെ ജപിക്കൂ. നാരായണ നാരായണ നാരായണ. ഭാഗവതം പറയണില്ലേ, നാമസങ്കീർത്തനം യസ്യ സർവ പാപ പ്രണാശനം പ്രണാമോ ദുഃഖനമന. അപ്പം അവിടെ ദാരിദ്ര്യ ദുഃഖം സംസ്പർശിക്കോ. ഏറ്റവും സമ്പന്നൻ ആരാണ്? ഈ സുദാമാവാണ് ഏറ്റവും സമ്പന്നനായിരിക്കുന്നത്. ഏതാണോ സിദ്ധമായി തീരേണ്ടത്, ഏതാണോ സമ്യക്കാകുമെണ്ണം പന്നമാവേണ്ടത്, സിദ്ധമാവേണ്ടത്, അത് സദാസമയം ഹൃദയത്തിങ്കൽ പരിരചിക്കുമ്പോൾ ദാരിദ്ര്യം എവിടെ? ദാരിദ്ര്യം ബാധിക്കില്ല, സംശയിക്കേണ്ട വേണ്ട. ദാരിദ്ര്യ ദുഃഖം ബാധിക്കില്ല. അത് നമ്മളുടെ രജസ്തമോ സംയുക്തമായ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ദാരിദ്ര്യ ദുഃഖദഹനായ എന്ന നാമസങ്കീർത്തനം കൊണ്ട് ആ ദാരിദ്ര്യ ദുഃഖം ദഹിച്ചു പോയിരിക്കും, ഒരു സംശയവും വേണ്ട. അത് ഉറക്കെ ജപിക്കൂ, ലജ്ജ വിട്ട് ജപിക്കൂ. അടുത്ത കാലത്ത് ആ നാമസങ്കീർത്തനത്തെ കൊണ്ട് ആയിരുന്നുവല്ലോ. ഇപ്പം ഏതാണ്ട് ഒരു കൊല്ലമായിട്ട് എല്ലാ ആഴ്ചയിലും ഭഗവാൻ ഈയുള്ളവൻ അവിടെ വരുത്തുന്നുണ്ട്. നാമജപത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ അകത്ത് ആ ഊട്ടുപുരയിലല്ലാതെ കണ്ട് പുറത്ത് നാമസങ്കീർത്തനം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന നാമസങ്കീർത്തനം കേൾക്കുന്നില്ലല്ലോ എന്ന് ദുഃഖം തോന്നുകയാണ്. ആ തിരുനാമാചാരനെ അനുസ്മരിച്ചിട്ടെങ്കിലും 10-40 വയസ്സിന് മുകളിലുള്ള അമ്മമാര് ഉറക്കെ ജപിക്കൂ. നാമസങ്കീർത്തനത്തെ കൊണ്ട് സംസ്കൃതമാവട്ടെ, അഹങ്കാരം പോകട്ടെ, അജ്ഞാനം നീങ്ങട്ടെ. ആ അജ്ഞാനമാണ് ലജ്ജയ്ക്ക് കാരണം. ലജ്ജയാണ് നമ്മളെ നാമം ജപിപ്പിക്കാതെ കണ്ടിരിക്കുന്നത്. ഈ ശ്രീ പൊന്നു ഗുരുവായൂരപ്പന്റെ പാദത്തിങ്കൽ നാമമല്ലാതെ എന്ത് അലങ്കാരമാണ് വേണ്ടത്? ഉറക്കെ ജപിക്കൂ, ഉറക്കെ ജപിക്കൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആ നാമത്തെ കൊണ്ട് നമ്മളിലുള്ള അജ്ഞാനമായ അന്ധകാരം തുടച്ചു നീക്കപ്പെടട്ടെ, തുടച്ചു നീക്കപ്പെട്ടിരിക്കും. അതിന് സുധാമാചാര്യതും മകുടോദാഹരണമാണ്. നാരായണ. ആ സുധാമാവാകട്ടെ ഈ 7ാം മാളിക കണ്ടിട്ടും അതിൽ മോഹിതനായിട്ട് തീരണില്ല. അദ്ദേഹത്തിന് പത്നിമാരും സഖിമാരും എല്ലാവരും കൂട്ടിക്കൊണ്ടു പോകണു. അദ്ദേഹം ഒന്നു മാത്രം തസ്യേവമേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി സന്മനിസ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതൽപുരുഷ പ്രസംഗ. ഭഗവാനെ, ഈ ഉള്ളവന് അവിടുത്തെ പാതാരത്തിങ്കൽ ഇന്ന് വിടാത്ത അചഞ്ചല നിഷ്കപടമായ ഭക്തിയും നാമസങ്കീർത്തനത്തെ കൊണ്ട് സംസ്കൃതമായ ജിഹ്വയമല്ലാതെ കണ്ട് ഒന്നും തന്നെ വേണ്ട എന്ന് അദ്ദേഹം ഭഗവാനോട് പറയണു. ആ മനസ്സ് സച്ചിദാനന്ദമൂർത്തിയിൽ സദാ ലീനമായിരിക്കുന്നു. മനസ്സിൻ്റെ നാശം സംഭവിക്കുന്നു, മഹത്തിൻ്റെ ആയിത്തീരണു. മനോനാശേ മഹോദയ. അതാണ് ഇവിടെ കാണുന്നത്. എന്നിട്ടോ ഏവം സവിപ്ര ഭഗവത് സുഹൃത്ത് തഥാ ദൃഷ്ട്വാ സ്വഭൃത്യൈ അജിതം പരാജിതം. അവിടെ ഭൃത്യന്മാർ വരണു, കളത്രം വരണു, കുട്ടികൾ, ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. സദാസമയവും ശ്രീകൃഷ്ണ പരമാത്മാവിങ്കൽ സച്ചിദാനന്ദമൂർത്തിയെങ്കിൽ ലീനനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇതുകളെ കൊണ്ട് ഒന്നും തന്നെ ബാധിതമായിട്ട് തീരണില്ല. തദ്ധ്യാന വേഗ ഉദ്ഗ്രഥിത ആത്മബന്ധന തദ്ധാമ ലേഭേ അചിരത സദാം ഗതി. സദാ ആ നാമത്തെക്കൊണ്ട്, സംസ്കൃതമായ അലങ്കൃതമായ ജിഹ്വയെക്കൊണ്ട് അപ്രകാരം ശരീരത്തിങ്കൽ സദാസമയവും ശംഖചക്രഗദാപത്മധാരിയായിരിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയുടെ സ്വരൂപത്തെ മാത്രം ഹൃദയകമലത്തിൽ ഉറപ്പിച്ചുകൊണ്ട്
മനസ്സ് സദാസമയവും ഭഗവാങ്കൽ ലീനനായിട്ട് താനും ഭഗവാനും ഒന്ന് എന്ന ഏകീഭാവബോധത്തിൻ്റെ പരമകാഷ്ഠയിൽ അത് ധ്യാനമായിട്ട് പരിണമിക്കണു. തദ്ധ്യാന വേഗ ഉത്ഗ്രഥിത ആത്മബന്ധന. ആ ജപയോഗത്തിൻ്റെ ജപം ധ്യാനമായിട്ട് പരിണമിക്കുന്നു. താൻ അറിയാതെ കണ്ട് തന്നെ ശരീരവും വാക്കും മനസ്സും ഗന്ധവും വായുവുമെല്ലാം തന്നെ സദാ നാമത്തെക്കൊണ്ട് സംസ്കൃതമായിട്ട് തീരുമ്പോൾ താൻ തന്നെ പരമാത്മാവെങ്കിൽ ലീനനായിട്ട് തീരണു. ആ പരമാത്മാവിൻ്റെ ധാമത്തെങ്കിൽ ലേഭേ അചിരത സതാം ഗതി, സത്വക്കളുടെ ഗതിയെ പ്രാപിക്കണു. ഭക്തന്മാരെ, ഈ നാമസങ്കീർത്തനത്തിൻ്റെ ഭക്തഭക്തോക്തമനായ സുധാമാവ് ചരിത്രത്തിന് ഭഗവത് പാദാരവിന്ദത്തെങ്കിൽ സമർപ്പിക്കണു. ഇവിടെ ജിഹ്വയിൽ നിന്ന് വന്നതെന്തോ, സത്തായതെന്തോ അതെല്ലാം ഭഗവത് അനുഗ്രഹം കൊണ്ടും, അസത്തായതെന്തോന്തോ ഇവൻ്റെ അഹങ്കാരബന്ധത്തെ കൊണ്ടുമെന്ന് ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഹങ്കാരങ്ങളെയും എല്ലാത്തിനെയും ശ്രീ ഗുരുവായൂർ പുരേശൻ്റെ പാദാരവിന്ദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തോത്തമനായ ആഞ്ഞന്തിരുമേനിയെയും ഭക്തഭക്തോത്തമനായ ഭക്തശിരോമണി വാഴകുന്നത്തെയും അശോകാലേശനെയും ശ്രീമഹാദേവനെയും ദുർഗാദേവിയെയും ഇടത്തരികത്ത കാവിലമ്മയെയും ശാസ്താവിനെയും അനുസ്മരിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.